ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ എക്സാം ഓറിയന്റഡ് ക്ലാസ്സിലെ 12 ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. 12ാമത്തെ ചാപ്റ്ററിൽ വരുന്ന എക്സാമിന് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമ്മളുടെ 12th ചാപ്റ്ററിന്റെ പേര് ഒളിഗോപ്പൊളി പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻ. ഒളിഗോപ്പൊളി പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻ. അപ്പോ ഈ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് എക്സാമിന് പ്രധാനമായും ചോദിക്കാവുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കിക്കോളൂ. എന്താണ് ഒളിഗോപ്പൊളി? വാട്ട് ഈസ് മീൻ ബൈ ഒളിഗോപ്പൊളി? ഒളിഗോപ്പൊളി റെഫേഴ്സ് ടു ദ പ്രസൻസ് ഓഫ് ഫ്യൂ സെല്ലേഴ്സ് in the market selling the homogeneous or differentiated product. അതായത് ഒളിഗോപ്പൊളി. അപ്പൊ നമുക്ക് നമ്മളുടെ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഒളിഗോപ്പൊളി ആയിട്ടാണ് ടീച്ചർ പറഞ്ഞു തരുന്നത്. ഒളിഗോപ്പൊളി എന്താ എന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. അതിന്റെ പ്രധാന ഫീച്ചേഴ്സും ചോദിക്കാറുണ്ട്. അപ്പൊ ഒളിഗോപ്പൊളി എന്ന് പറയുമ്പോൾ ഒളിഗോപ്പൊളി റെഫേഴ്സ് ടു ദ പ്രസൻസ് ഓഫ് ഫ്യൂ സെല്ലേഴ്സ്. കുറച്ച് വിൽപ്പനക്കാർ മാത്രം. എവിടെ? മാർക്കറ്റിൽ. കുറച്ച് വിൽപ്പനക്കാർ മാത്രമുള്ള മാർക്കറ്റ് ആയിരിക്കും ഏത്? ഒളിഗോപ്പൊളി. സെല്ലിംഗ് ദ ഹോമോജീനിയസ് ഓർ ഡിഫറന്റിയേറ്റഡ് പ്രോഡക്റ്റ്. എങ്ങനത്തെ തരത്തിലുള്ള പ്രോഡക്റ്റ് ആണ് അവിടെ വിൽക്കപ്പെടുക? ഹോമോജീനിയസ് ഏകാത്മക സ്വഭാവമുള്ളതും ഡിഫറന്റിയേറ്റഡ് വ്യത്യസ്ത സ്വഭാവമുള്ളതും. ഹോമോജീനിയസ് ആയിട്ടും ഡിഫറന്റിയേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ വിൽക്കപ്പെടുന്ന കുറച്ച് സെല്ലേഴ്സ് ഉള്ള മാർക്കറ്റിനെയാണ് എന്ത് പറയുന്നത്? ഒളിഗോപ്പൊളി. Oligopoly refers to the presence of few sellers in the market selling the homogeneous product or differentiated product. അതായത് കുറച്ച് വിൽപ്പനക്കാർ മാത്രമുള്ള മാർക്കറ്റ് ആണ് ഏത്? ഒളിഗോപ്പൊളി. എങ്ങനത്തെ പ്രോഡക്റ്റ് ആണ് അവിടെ സെല്ലിങ് ചെയ്യുന്നത്, വിൽക്കുന്നത്? ഹോമോജീനിയസ് ഓർ ഡിഫറന്റിയേറ്റഡ് പ്രോഡക്റ്റ്. അപ്പൊ എന്തൊക്കെ ആയിരിക്കും അതിന്റെ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഫ്യൂ സെല്ലേഴ്സ്. നമ്മളുടെ ഡെഫിനിഷൻ തന്നെ നമുക്ക് മനസ്സിലായി. ഒളിഗോപ്പൊളി എന്ന് പറഞ്ഞാൽ ഫ്യൂ സെല്ലേഴ്സ് ആണ്. അതുകൊണ്ട് ഫീച്ചേഴ്സ് എന്താണ്? ഫ്യൂ സെല്ലേഴ്സ്, ഇന്റർഡിപെൻഡൻസ്. പരസ്പരം ഇന്റർഡിപെൻഡൻസ് ആയിരിക്കും. അഡ്വർടൈസിങ്, പരസ്യം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഫ്യൂ സെല്ലേഴ്സ് ആണ്, ഇന്റർഡിപെൻഡൻസ് ആണ്. തേർഡ് പോയിന്റ് ആണ് എന്ത്? അഡ്വർടൈസിങ്. സെക്കൻഡ് 2 വട്ടം അത് റിപ്പീറ്റ് ചെയ്തിരുന്നു, ശ്രദ്ധിച്ചോളൂ. ഫ്യൂ സെല്ലേഴ്സ് ആയിരിക്കും, ഇന്റർഡിപെൻഡൻസ് ആയിരിക്കും, അഡ്വർടൈസിങ് ആണ്, കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും, എൻട്രി ആൻഡ് എക്സിറ്റ് ബാരിയേഴ്സ്. എൻട്രി ആൻഡ് എക്സിറ്റ് ബാരിയേഴ്സ് അതായത് അവിടെ എന്തുണ്ടായിരിക്കാം? പ്രവേശന തടസ്സം. എൻട്രി ആൻഡ് എക്സിറ്റ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞ തടസ്സം. അപ്പൊ ചില സമയത്ത് പ്രവേശനത്തിനും അതിൽ നിന്നും പോകുന്നതിനും കടന്നു വരുന്നതിനും എന്തുണ്ടായിരിക്കാം? ബാരിയേഴ്സ്, തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം. ലാക്ക് ഓഫ് യൂണിഫോമിറ്റി, യൂണിഫോമിറ്റിയുടെ അഭാവവും ഉണ്ടായിരിക്കും. എന്താണ് വാട്ട് ഈസ് മീൻ ബൈ യൂണിഫോമിറ്റി? യൂണിഫോമിറ്റി പറഞ്ഞാൽ ഒരുപോലെയുള്ളത്. അപ്പൊ ഒരുപോലെയുള്ളതിന്റെ അഭാവവും എവിടെ ഉണ്ടായിരിക്കാം? ഒളിഗോപ്പൊളി മാർക്കറ്റില് ഉണ്ടായിരിക്കാം. ഇത്രയാണ് ഒളിഗോപ്പൊളിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ഞാൻ പോയിന്റ്സ് മാത്രമേ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. നിങ്ങൾ മെറ്റീരിയൽ നോക്കിയിട്ട് അതിന്റെ എക്സ്പ്ലനേഷനും കൂടി മനസ്സിലാക്കണം. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഒളിഗോപ്പൊളിയും അതിന്റെ ഫീച്ചേഴ്സും. ഫ്യൂ സെല്ലർ ആണ്, ഇന്റർഡിപെൻഡൻസ് ആണ്, അഡ്വർടൈസിംഗ് ഉണ്ട്, കോമ്പറ്റീഷൻ നിലനിൽക്കുന്നുണ്ട്, എൻട്രി ആൻഡ് എക്സിറ്റ് ബാരിയേഴ്സ് അതായത് എൻട്രി കടന്നു വരുന്നതിനും അതേപോലെ തന്നെ അതിൽ നിന്ന് പോകുന്നതിനും എന്ത് സംഭവിക്കുന്നുണ്ട്? ബാരിയർ, തടസ്സങ്ങളുണ്ട്. ലാക്ക് ഓഫ് യൂണിഫോമിറ്റി, യൂണിഫോമിറ്റിയുടെ അതായത് യൂണിഫോമിറ്റിയുടെ അഭാവവും എവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാ പറയുന്നത്? ഒളിഗോപ്പൊളി മാർക്കറ്റിലുണ്ട്. ഇത്രയാണ് ഒളിഗോപ്പൊളിയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതൊരു എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തതായിട്ട് കുട്ടികളെ ഇനി പറയുന്ന 3 പ്രധാന ടോപ്പിക്കുകളിൽ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ചോദിക്കുന്ന അത്രയും ഷുവർ ആണ്. കുർനോട്ട്സ് മോഡൽ. അപ്പൊ അതിലും പ്രധാന 5 പോയിന്റ്സ് മാത്രമേ ഞാൻ ഇപ്പൊ ഇതിൽ എഴുതിയിട്ടിട്ടുള്ളൂ.
അതിൽ വൈഡ് ആയിട്ടുണ്ടായിരിക്കും. അത് ഫുള്ളും നിങ്ങൾ നന്നായിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ടോപ്പിക്കാണ് കുർനോട്ട് മോഡൽ. കുർനോട്ട് മോഡലിന്റെ പ്രധാനപ്പെട്ട ഒളിഗോപ്പൊളിയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട മോഡലാണ് കുർനോട്ട് മോഡലും അതേപോലെ തന്നെ സ്റ്റാക്കൽബർഗ് മോഡലും സൂഫി മോഡലും. സൂഫി മോഡലിനെ നമ്മള് കിങ്ഡ് ഡിമാൻഡ് കർവ് അനാലിസിസ് എന്നും പറയും. അപ്പൊ ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ നിന്നും എക്സാം ഓറിയന്റഡ് ആയിട്ട് വരുന്നത്. അപ്പൊ എന്താണ് കുർനോട്ട് മോഡൽസ് നമുക്ക് നോക്കാം. The two firms produce homogeneous and indistinguishable goods. The two firms produce homogeneous. രണ്ട് ഫേമുകളും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കാം? ഏകാത്മക സ്വഭാവമുള്ളവയായിരിക്കാം. ഹോമോജീനിയസ് ആൻഡ് ഇൻഡിസ്റ്റിങ്ഷബിൾ ഗുഡ്സ്. അപ്പൊ കുർനോട്ട് മോഡലിന്റെ ഫസ്റ്റ് പോയിന്റ് ആണ് the two firms produce homogeneous and indistinguishable goods. There are no other firms in the market who produce the same or substitute goods. There are no other firms in the market who produce the same or substitute goods. Second pointil എന്താ പറയുന്നത്? there are no other firm in the market. മറ്റൊരു ഫേം ഏതിലേക്ക് വരുന്നില്ല, മറ്റൊരു വിപണി ഇതിലേക്ക് ഈ മാർക്കറ്റിലേക്ക് വരില്ല. എങ്ങനത്തെ പ്രൊഡക്റ്റുകളായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക? സെയിം ഓർ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ഒരുപോലത്തെയോ പകരം വെക്കാൻ കഴിയുന്നതുമായ ഗുഡ്സുകളായിരിക്കും ഒളിഗോപ്പൊളി മാർക്കറ്റില് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരുപോലെയുള്ളതോ സെയിം ആയിട്ടുള്ളതോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയും. എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം. എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്? പകരം വെക്കാൻ കഴിയുന്ന ഗുഡുകളെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറയുന്നത്. അപ്പൊ പകരം വെക്കാൻ കഴിയുന്ന ഗുഡുകളും ഉണ്ടായിരിക്കും, ഒരുപോലെയുള്ള ഗുഡുകളും ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത കുർനോട്ട് മോഡൽസ്. ആൻഡ് തേർഡ് പോയിന്റ്, നോ അതർ ഫേംസ് ക്യാൻ ഓർ വിൽ എൻ്റർ ദ മാർക്കറ്റ്. അതായത് മാർക്കറ്റിലേക്ക് മറ്റൊരു ഫേം വരുന്നില്ല. നോ അതർ ഫേം ക്യാൻ ഓർ വിൽ എൻ്റർ ദ മാർക്കറ്റ്. ആൻഡ് ദെൻ ഫോർത്ത് പോയിന്റ്, collusive behavior is prohibited. Firm cannot act together to form a cartel. ഒരു കൊളൂസീവ് ബിഹേവിയർ ഇവിടെ നിലനിൽക്കുന്നില്ല. പ്രോഹിബിറ്റഡ്. കൊളൂസീവ് ബിഹേവിയറിനെ എന്ത് ചെയ്യുന്നു? പ്രോഹിബിറ്റഡ്, ഒഴിവാക്കുന്നു. Firm cannot act together to form a cartel. പരസ്പര ബന്ധിതമായിട്ടുള്ള രീതിയായിരിക്കും എവിടെ ഉണ്ടായിരിക്കുക? അതായത് ഫ്യൂ സെല്ലേഴ്സ് ആണ് എന്ന് പറഞ്ഞു, കുറച്ച് വിൽപ്പനക്കാരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കാർട്ടലാണ് എവിടെ നിലനിൽക്കുന്നത്? ഒളിഗോപ്പൊളിയിൽ നിലനിൽക്കുന്നത്. കൊളിസീവ് ബിഹേവിയർ എവിടെ നിലനിൽക്കുന്നില്ല? ഒളിഗോപ്പൊളിയിൽ നിലനിൽക്കുന്നില്ല. ഒരു കാർട്ടൽ ബിഹേവിയർ അഥവാ ഒരു ഒളിഗോപ്പൊളി കുർനോട്ട് മോഡൽ എന്ന് പറയുമ്പോൾ തന്നെ ഒളിഗോപ്പൊളിയിൽ ഏതായിരിക്കും നിലനിൽക്കുന്നുണ്ടാവുക? കാർട്ടലായിരിക്കും. ആൻഡ് ദെൻ ഫിഫ്ത്ത് പോയിന്റ് ആണ്, there exists one market for the produced good. അതേപോലെ തന്നെ there exists one market for the produced goods. എന്താണ് അവിടെ നിലനിൽക്കുന്നത്? ഒരൊറ്റ മാർക്കറ്റ് ആയിരിക്കും ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ എവിടെ ഉണ്ടായിരിക്കുക? ഒളിഗോപ്പൊളി അഥവാ കുർനോട്ട് മോഡലിൽ ഉണ്ടായിരിക്കുക. there exists one market for the produced goods. അപ്പൊ കുർനോട്ട് മോഡൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കുർനോട്ട് മോഡലിൽ പോയിന്റ്സ് ആക്കി വെക്കേണ്ടത്. ഫസ്റ്റ് പോയിന്റ്, the two firms produce homogeneous and indistinguishable goods. Second point, there are no other firm in the market who produce same or substitute goods. And third point, no other firm can or will enter the market. And fourth point, collusive behavior is prohibited. Firm cannot act together to form a cartel. And fifth point, there exists one market for the produced goods. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കണം. ഇനി കുർനോട്ട് ഡുവോപ്പൊളി മോഡൽ, ഈ കുർനോട്ട് മോഡലിൽ തന്നെ വരുന്ന ഒരു ഭാഗമാണ് കുർനോട്ട് ഡുവോപ്പൊളി മോഡൽ. എന്താണ് കുർനോട്ട് ഡുവോപ്പൊളി മോഡലില് വ്യക്തമാക്കുന്നത് എന്ന് നോക്കാം. അതിന് എന്തൊക്കെയാ നോക്കാം. ഇവിടെ ഫസ്റ്റ് പോയിന്റ് ആണ്, each firm chooses a quantity to produce. കുർനോട്ട് ഡുവോപ്പൊളി മോഡൽ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 പോയിന്റ്സ് നിങ്ങൾ പ്രധാനമായിട്ടും എഴുതേണ്ടതാണ്.
ഫസ്റ്റ് പോയിന്റ് ആണ് ഈച്ച് ഫേം ചൂസസ് എ ക്വാണ്ടിറ്റി ടു പ്രൊഡ്യൂസ്. ഒരു ഫേം എന്ത് ചൂസ് ചെയ്യുന്നു, എന്ത് സെലക്ട് ചെയ്യുന്നു? ക്വാണ്ടിറ്റി ടു പ്രൊഡ്യൂസ്, ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ അളവാണ് ഫേം ചൂസ് ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ്, ഓൾ ഫേം മേക്ക് ദിസ് ചോയ്സ് സ്റ്റിമുലേറ്റൻസ്ലി. അതേപോലെ തന്നെ ആ ഫേമിൽ എന്തിനു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? ചോയ്സ്, തെരഞ്ഞെടുക്കലിന് പ്രാധാന്യം കൊടുക്കുന്നു. ആൻഡ് ദെൻ തേർഡ് പോയിന്റ്, ദ മോഡൽ ഈസ് റെസ്ട്രിക്റ്റഡ് ടു എ വൺ സ്റ്റേജ് ഗെയിം. അതേപോലെ തന്നെ ഈ മോഡലിൽ എന്തിന് തടസ്സമുണ്ട് എന്നാ പറയുന്നത്? വൺ സ്റ്റേജ് ഗെയിം. ആൻഡ് ദെൻ ഫോർത്ത് പോയിന്റ്, ദ കോസ്റ്റ് സ്ട്രക്ചേഴ്സ് ഓഫ് ദ ഫേംസ് ആർ പബ്ലിക് ഇൻഫർമേഷൻ. അതേപോലെ തന്നെ ഈ ഫേമിൽ ഉണ്ടാകുന്ന ചെലവുകളെ കോസ്റ്റ് സ്ട്രക്ചർ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് എന്നാ പറയുന്നത്? ഫേം ആൻഡ് പബ്ലിക് ഇൻഫർമേഷൻ, വിപണിയുടെയും പബ്ലിക്കിന്റെയും ഇൻഫർമേഷനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ദ കോസ്റ്റ് സ്ട്രക്ചേഴ്സ് ഓഫ് ദ ഫേം ആർ പബ്ലിക് ഇൻഫർമേഷൻ. പൊതുവായിട്ടുള്ള ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ എന്തിന്റെ ഘടന വ്യക്തമാക്കുന്നത്? കോസ്റ്റ് സ്ട്രക്ചർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്ത്? കുർണോട്ട് ഡുവോപ്പൊളി മോഡൽ. ഇപ്പൊ ടീച്ചർ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞത്? ഒളിഗോപ്പൊളി എന്താന്ന് പറഞ്ഞു തന്നു, ഒളിഗോപ്പൊളിയുടെ ഫീച്ചേഴ്സ് പറഞ്ഞു തന്നു, അതേപോലെ ഒളിഗോപ്പൊളിയിൽ വരുന്ന മോഡൽസുകളാണ് പറഞ്ഞിരുന്നത്. അതിൽ ഇമ്പോർട്ടന്റ് മോഡലാണ് കുർണോട്ട് മോഡല്. കുർണോട്ട് മോഡലിന്റെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് കുർണോട്ട് ഡുവോപ്പൊളി മോഡൽ. അതേപോലെ തന്നെ അതിൽ വരുന്ന ഒരു ഡയഗ്രാം നോക്കൂ. ഇത്രയും നിങ്ങൾ ചെയ്തു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. കുർണോട്ട് മോഡലും കുർണോട്ട് ഡുവോപ്പൊളി മോഡലും ഈ ഡയഗ്രാം കൂടി വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം. അപ്പൊ ഇവിടെ ഏതൊക്കെ വരുന്നത്? MR1 മാർജിനൽ റവന്യൂ, MR2 മാർജിനൽ റവന്യൂ 2, AR1 ആവറേജ് റവന്യൂ 1, AR2 ആവറേജ് റവന്യൂ 2. അതൊക്കെ രണ്ട് വട്ടം വരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഉണ്ടായത് ഒരു ഫേം 1ഉം ഇവിടെ ഫേം 2ഉം ആണ്. അപ്പൊ അവയുമായി ബന്ധിപ്പിക്കുന്ന ഇതാണ് നമ്മളുടെ ഒളിഗോപ്പൊളി സെക്ടർ എന്ന് പറയുന്നത്. മാർജിനൽ റവന്യൂ ഇവിടെ മാർജിനൽ, അപ്പൊ ഇത് ഫേം 1 ആവുമ്പോ മാർജിനൽ റവന്യൂ 1, ആവറേജ് റവന്യൂ 1. ഫേം 1 ആയിരിക്കുമ്പോൾ മാർജിനൽ റവന്യൂ 1 ആണ്, ആവറേജ് റവന്യൂ 1 ആണ്. ഫേം 2 ആയിരിക്കുമ്പോൾ മാർജിനൽ റവന്യൂ 2 ആണ്, ആവറേജ് റവന്യൂ 2 ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കുർണോട്ട് ഡുവോപ്പൊളി മോഡലിൽ നമുക്ക് പറഞ്ഞു തരാനുള്ളത്. അടുത്തതാണ് സ്റ്റാക്കൽബർഗ് മോഡൽ. വാട്ട് ഈസ് മീൻ ബൈ സ്റ്റാക്കൽബർഗ് മോഡൽ? അതിലും ഏകദേശം 3 പോയിന്റ്സ് പറയുന്നുണ്ട്. അത് അഡീഷണൽ ആയിട്ട് ഡയഗ്രാം കൂടി വരുന്നുണ്ട്. അപ്പൊ ഈ പോയിന്റ്സ് നിങ്ങളൊന്ന് നോക്കൂ കേട്ടോ. സ്റ്റാക്കൽബർഗ് മോഡൽ, അതിൽ ഫസ്റ്റ് പോയിന്റ്, ഈച്ച് ഫേം ചൂസസ് എ ക്വാണ്ടിറ്റി ടു പ്രൊഡ്യൂസ്. ഒരു ഫേം എന്താണ് അവിടെ ചൂസ് ചെയ്യുന്നത്? ക്വാണ്ടിറ്റി ടു പ്രൊഡ്യൂസ്. പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ക്വാണ്ടിറ്റി ആണ് ഫേം ചൂസ് ചെയ്യുന്നത്. ഏത് മോഡലില്? സ്റ്റാക്കൽബർഗ് മോഡൽ. സ്റ്റാക്കൽബർഗ് മോഡലില് ഒരു ഫേം എന്താണ് ചൂസ് ചെയ്യുന്നത്? അതായത് ക്വാണ്ടിറ്റി. ഈച്ച് ഫേം ചൂസ് എ ക്വാണ്ടിറ്റി ടു പ്രൊഡ്യൂസ്. ആൻഡ് സെക്കൻഡ് വൺ, എ ഫേം ചൂസസ് ബിഫോർ ദ അതർ ഇൻ ആൻ ഒബ്സർവബിൾ മാനർ. ഒബ്സർവ് ചെയ്യാറ് എന്താ? നിരീക്ഷിച്ചുകൊണ്ടാണ് അവിടെ ഫേം എന്ത് ചെയ്യുന്നത്? ഫേം ചൂസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ തേർഡ് പോയിന്റ്, ദ മോഡൽ ഈസ് റെസ്ട്രിക്റ്റഡ് ടു എ വൺ സ്റ്റേജ് ഗെയിം. ഫേം ചൂസസ് ദ ക്വാണ്ടിറ്റി ഓൺലി വൺസ്. ഈ സ്റ്റാക്കൽബർഗ് മോഡലില് വൺ സ്റ്റേജ് ഗെയിമിനെ എതിർക്കുന്നു. പിന്നെ ഫേം ചൂസ് ചെയ്യുന്നത് എന്താണ്? ക്വാണ്ടിറ്റി ഓൺലി വൺസ്. ക്വാണ്ടിറ്റിക്കാണ് ഫേം ഇവിടെ സ്റ്റാക്കൽബർഗ് മോഡലിൽ ക്വാണ്ടിറ്റിക്കാണ് ഫേം പ്രാധാന്യം കൊടുക്കുന്നത്. എന്തിനെ റെസ്ട്രിക്ട് ചെയ്യുന്നു? വൺ സ്റ്റേജ് ഗെയിമിനെ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് ക്വാണ്ടിറ്റിക്കാണ് സ്റ്റാക്കൽബർഗ് മോഡൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സ്റ്റാക്കൽബർഗ് മോഡൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും പോയിന്റെങ്കിലും നിങ്ങൾ വെക്കണം. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഫസ്റ്റ് വൺ എന്താ? Each firm chooses a quantity to produce. Second one, a firm chooses before other in an observable manner. And the third one, the model is restricted to a one-stage game. Firm choose their quantity only once. Firm എന്താണ് അവിടെ ചൂസ് ചെയ്യുന്നത്?
ക്വാണ്ടിറ്റി അളവാണ് ചൂസ് ചെയ്യുന്നത്. ഈ 3 പോയിന്റ്സ് ആണ് ഏതിന്റെ പ്രധാനപ്പെട്ട ബേസ്, സ്റ്റാക്കൽബർഗ് മോഡലിന്റെ പ്രധാന ബേസ് ആയിട്ട് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്തതാണ് പോൾ സൂസി മോഡൽ കിങ്ഡ് ഡിമാൻഡ് കർവ് അനാലിസിസ്. ഈ പോൾ സൂസി മോഡലിന് തന്നെയാണ് ഏത് പേരിൽ അറിയപ്പെടുക, കിങ്ഡ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാവുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണിത്. പോൾ സൂസി മോഡൽ അല്ലെങ്കിൽ എന്താ, കിങ്ഡ് ഡിമാൻഡ് കർവ് അനാലിസിസ്. അതില് ഈ കിങ്ഡ് ഡിമാൻഡ് കർവ് അനാലിസിസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണ്? ഡെവലപ്ഡ് ബൈ പ്രൊഫസർ പോൾ എം സൂസി ആൻഡ് പ്രൊഫസർ RC ഹാളെ, CJ ഹിച്ച്. ഇത്രയും എക്കണോമിസ്റ്റുകളാണ് ഏത് മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, കിങ്ഡ് ഡിമാൻഡ് കർവ് അനാലിസിസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കിങ്ഡ് ഡിമാൻഡ് കർവ് അനാലിസിസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണ്? പോൾ എം സൂസി. അതുകൊണ്ട് അതിന് സൂസി മോഡൽ എന്നും പറയും. കിങ്ഡ് ഡിമാൻഡ് കർവിനെ സൂസി മോഡൽ എന്നും പറയുന്നുണ്ട്. അപ്പൊ കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് 3 എക്കണോമിസ്റ്റുകളാണ്. ആരൊക്കെയാണ്? പോൾ എം സൂസി, പ്രൊഫസർ RC ഹാള് ആൻഡ് CJ ഹിച്ച്. ഇത്രയും ആളുകളാണ് ഈ ഒരു കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇനി അതിന്റെ അസംഷൻസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോളൂ. കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡലിന്റെ അസംഷൻ, there are only a few firms in an oligopolistic market. ഒരു ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റില് കുറച്ച് ഫേമുകൾ മാത്രം ഉണ്ടായിരിക്കുകയുള്ളൂ. ഒരു ഒളിഗോപോളിസ്റ്റിക് മാർക്കറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂ പറഞ്ഞാൽ എന്താ? ഫ്യൂ സെല്ലേഴ്സ് അല്ലെങ്കിൽ ഫ്യൂ പറഞ്ഞാൽ എന്താ? കുറച്ച് വിൽപ്പനക്കാർ മാത്രമാണ് എവിടെ ഉണ്ടായിരിക്കുക? ഒളിഗോപോളിസ്റ്റിക് മോഡലിൽ ഉണ്ടായിരിക്കുക. അത് തന്നെയാണ് കിങ്ഡ് ഡിമാൻഡ് കർവിലും പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, the firm are producing close substitute product. ഇവിടെ വിപണിയില് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനത്തെ പ്രോഡക്റ്റുകളാ? ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ്. ഒരടഞ്ഞ പകരം വെക്കാവുന്ന പ്രോഡക്റ്റുകളാണ് അവിടെ എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, the quality of product remain constant. ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ്? റിമൈൻ കോൺസ്റ്റന്റ്. അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും, തുല്യമായിരിക്കും. ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. അപ്പോ ഒളിഗോപൊളി മാർക്കറ്റിലെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ്? റിമൈൻസ് കോൺസ്റ്റന്റ്. And then next point, a set of prices of the product has already been determined and this price prevail in the market at present. അതേപോലെ തന്നെ a set of price of the product has already been determined. These prices prevail in the market at present. മാർക്കറ്റിലെ അപ്പോഴേക്കെപ്പോഴേ, പ്രസന്റ് പറഞ്ഞാൽ എന്താ? അപ്പോഴേക്കെപ്പോഴേ തന്നെയാണ് എന്തിന്റെ വില നിശ്ചയിക്കുന്നത്? ഓരോ പ്രോഡക്റ്റിന്റെയും വില നിശ്ചയിക്കപ്പെടുന്നത്. A set of prices of the product has already been determined. This price prevail in the market at present. മാർക്കറ്റില് പ്രസന്റിൽ തന്നെയാണ്, അപ്പോഴേക്കപ്പോൾ തന്നെയാണ്. കാരണം കുറച്ച് വിൽപ്പനക്കാരല്ലേ ഉള്ളൂ മാർക്കറ്റില്, കുറച്ച് വിൽപ്പനക്കാർ മാത്രമേ ഉള്ളൂ, ഫ്യൂ സെല്ലേഴ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രൈസ് നിശ്ചയിക്കുന്നത് എങ്ങനെ തന്നെയാണ്? പെട്ടെന്ന് അപ്പോഴേക്കെപ്പോഴാണ് വില നിശ്ചയിക്കുന്നത് എന്നത് ഏതിന്റെ പ്രത്യേകതയാണ്? ഒളിഗോപ്പൊളി മാർക്കറ്റിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് നമുക്ക് കിങ് ഇൻ ദ ഡിമാൻഡ് കർവ്, ഈ സൂസി മോഡൽ അല്ലെങ്കിൽ കിങ് ഡിമാൻഡ് കർവിൻ എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഈ കിങ് ഡിമാൻഡ് കർവിന്റെ പ്രത്യേകത എന്താ? ടീച്ചർ പറഞ്ഞു തന്നു, കുറച്ച് സെല്ലേഴ്സേ ഉള്ളൂ. അതുകൊണ്ട് പ്രൈസ് തീരുമാനിക്കുന്നത് എപ്പോൾ തന്നെയാണ്? അപ്പോഴേക്കെപ്പോൾ തന്നെയാണ് അവിടെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആസ് ദ ഫേം റെഡ്യൂസേഴ്സ് ഓർ ഇൻക്രീസ് പ്രൈസ് ഓഫ് ഹിസ് പ്രോഡക്റ്റ്, ചിലപ്പോൾ വിപണിയിൽ പ്രൈസ് കൂടാനും കുറയാനും കാരണമാകാം. അത് വിലപേശലാണ്. കുറച്ച് വിൽപ്പനക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മള് ബാർഗെയിൻ ചെയ്യും. നിങ്ങൾ ഇപ്പൊ ഒരു എവിടെയെങ്കിലുമൊക്കെ
ദൂരെ പോകുമ്പോൾ നമുക്ക് ഫുട്പാത്തിലൊക്കെ കുറച്ച് വിൽപ്പനക്കാർ മാത്രം ഉണ്ടെങ്കിൽ നമ്മള് ബാർഗെയിൻ ചെയ്യാൻ എന്താ വില പേശുക. അങ്ങനെ വില പേശുമ്പോൾ നമുക്ക് ചിലപ്പോൾ വില കുറവിൽ കിട്ടാൻ സാധ്യത ഉണ്ട്. എപ്പോഴൊന്നും ഉണ്ടാവില്ല, ചില സാഹചര്യങ്ങൾ. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ എന്താ കിങ്ഡ് ഡിമാൻഡ് കർവില് വില നിശ്ചയിക്കുന്നത് ആ ടൈമിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചില സമയത്ത് അതെങ്ങനെയാണ് കൂടാനും കുറയാനും സാധ്യത ഉണ്ട്. അതേപോലെ അതിന്റെ ഡിമാൻഡ് കർവ് നമുക്ക് ആദ്യം ഇവിടെ ഇതാണ് ഡിമാൻഡ് കർവ്. പിന്നെ ഇവിടെ വർദ്ധിച്ചുകൊണ്ട് ഇത് ഫസ്റ്റിലുള്ളത് D1 അതേപോലെ തന്നെ അല്ല ഇത് ഡി നടക്കട്ടെ. ഇവിടെ D1 മനസ്സിലായോ? ഇതാണ് അതിൽ നിന്നുള്ള വരുമാനമാണ് ആറിന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ക്വാണ്ടിറ്റി. അപ്പൊ നിങ്ങളോട് സ്പോൾ സോഫി മോഡൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ വെച്ചാൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം. അപ്പൊ ഈ ടോപ്പിക്ക് ഇനിയും നിങ്ങളെ കയ്യിലുള്ള മെറ്റീരിയലിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടാവും. അതും കൂടി നിങ്ങളൊന്ന് നോക്കുക. അതിന്റെ മെയിൻ പോയിന്റ്സ് ആണ് ടീച്ചർ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഏതൊക്കെ, ഒളിഗോപ്പൊളി എന്താണെന്നും ഒളിഗോപ്പൊളിയുടെ ഫീച്ചേഴ്സ് എന്താണെന്നും അതിൽ ഏതൊക്കെ മോഡലാണ്, കുർണോട്ട് മോഡൽ ഉണ്ട്, സ്റ്റാക്കൽബർഗ് മോഡൽ ഉണ്ട്, പോൾ സൂഫി മോഡലിന് ഏത് പേരിൽ അറിയപ്പെടുക? കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡൽ എന്നറിയപ്പെടും. അതേപോലെ തന്നെ കിങ്ഡ് ഡിമാൻഡ് കർവ് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ആദ്യം ഡിമാൻഡ് DD എന്നും പിന്നെ D1 എന്നും വരയ്ക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു 12th ചാപ്റ്ററിൽ 12ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പൊ ഇത്രയും ഭാഗങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ യൂണിറ്റ് 12 തന്നെ ബാലൻസ് ആയിട്ടുള്ള കുറച്ച് എക്സാം ഓറിയന്റഡ് ടോപ്പിക്കാണ് നമ്മൾ പറയുന്നത്. യൂണിറ്റ് 12 ആദ്യം എടുത്ത ക്ലാസ്സിൽ തന്നെ കുറച്ച് ഭാഗം കൂടി നിങ്ങൾക്ക് തരാനുണ്ട്. അപ്പൊ യൂണിറ്റ് 12 ഈ 2 ടോപ്പിക്, കാർട്ടലും അതേപോലെ തന്നെ കോപ്പറേറ്റീവ് ആൻഡ് നോൺ കോപ്പറേറ്റീവ് ബിഹേവിയർ, ഈ 2 ടോപ്പിക്കും യൂണിറ്റ് 12 ഇമ്പോർട്ടന്റ് ടോപ്പിക്കാന്ന് തന്നെ പറയാം. അവിടെ കോപ്പറേറ്റീവ് ആൻഡ് നോൺ കോപ്പറേറ്റീവ് ബിഹേവിയർ, എന്താണ് കോപ്പറേറ്റീവ് ആൻഡ് നോൺ കോപ്പറേറ്റീവ് ബിഹേവിയർ എന്ന് നമുക്ക് നോക്കാം. In oligopoly is a situation when firm jointly decide the prices and output and maximize their joint profit. This situation is called collusion. ഇവിടെ കൊലൂസീവ് ഒളിഗോപ്പൊളി അഥവാ കൊലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കൊലൂഷൻ ആണ് ഏതിൽ വരുന്നത്? കോപ്പറേറ്റീവ് ആൻഡ് നോൺ കോപ്പറേറ്റീവ് ബിഹേവിയറിൽ വരുന്നതാണ് കൊലൂഷൻ. അപ്പൊ അതെന്താ? ഈ ഒളിഗോപ്പൊളി ഈസ് എ സിറ്റുവേഷൻ when firm jointly decide the price and output to maximum their joint profit. പ്രൈസും ഔട്ട്പുട്ടും ചേർന്നുകൊണ്ട് ഒരു ജോയിന്റ് പ്രോഫിറ്റ് ഉണ്ടാകുന്ന സിറ്റുവേഷനെയാണ് കൊലൂഷൻ അഥവാ കോപ്പറേറ്റീവ് ആൻഡ് നോൺ കോപ്പറേറ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. കോപ്പറേറ്റീവായിട്ടും സഹകരണ മനോഭാവത്തോടെയും നോൺ കോപ്പറേറ്റീവ് സഹകരണ ഇല്ലാത്ത രീതിയിലുമുള്ള സ്വഭാവങ്ങൾ ചേർന്ന് പ്രൈസും ഔട്ട്പുട്ടും ചേർന്ന് പ്രോഫിറ്റ് മാക്സിമൈസിലെത്തുക. അങ്ങനെ ഒരു ജോയിന്റ് പ്രോഫിറ്റ്, എങ്ങനത്തെ പ്രോഫിറ്റ് അവിടെ ഏൺ ചെയ്യുന്നത്? ജോയിന്റ് പ്രോഫിറ്റ്. അത്തരത്തിലുള്ള ഒരു ജോയിന്റ് പ്രോഫിറ്റ് ഉണ്ടാകുന്ന സിറ്റുവേഷനെയാണ് എന്ത് പറയുന്നത്? കൊലൂഷൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ അതാണ് കോപ്പറേറ്റീവ് ആൻഡ് നോൺ കോപ്പറേറ്റീവ് ബിഹേവിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. കോപ്പറേറ്റീവ് ആൻഡ് നോൺ കോപ്പറേറ്റീവ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ അവിടെ ഏതൊക്കെ ചേർന്നുകൊണ്ട് പ്രൈസും ഔട്ട്പുട്ടും തമ്മിൽ തീരുമാനിക്കുന്നു. എന്ത് മാക്സിമൈസിലെത്തണം? പ്രോഫിറ്റ് മാക്സിമം ലെവലിലെത്തണം. അത്തരത്തിലുള്ള സാഹചര്യത്തെയാണ് കൊലൂഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കൂ. The oligopolist dilemma to cooperate to compete. ഈ ഡെലീമ എന്ന് പറയുമ്പോൾ അവിടെ 2 ഫേമുകൾ വരുന്നുണ്ട്. ഫേം എ ഔട്ട്പുട്ടും ഫേം ബി ഔട്ട്പുട്ടും. അതിൽ ഫേം എ
ഔട്ട്പുട്ട് ഏതൊക്കെ വരുമ്പോഴാണ്? 1/2 മൊണോപ്പൊളി ഔട്ട്പുട്ട്, 2/3 മൊണോപ്പൊളി ഔട്ട്പുട്ട്. ഇനി ഫേം ബി ഔട്ട്പുട്ട് ആയിരിക്കുമ്പോൾ 1/2 മൊണോപ്പൊളി ഔട്ട്പുട്ട്, 2/3 മൊണോപ്പൊളി ഔട്ട്പുട്ട്. രണ്ട് ഔട്ട്പുട്ടുകളാണ് ചെയ്യുന്നത്. ഫേം എയും ഫേം ബിയും. അതില് 1/2 മൊണോപ്പൊളി ഔട്ട്പുട്ടും ഉണ്ട്, 2/3 2 3 മൊണോപ്പൊളി ഔട്ട്പുട്ടും ഉണ്ട്. ഇനി ഫേം ബി ആവുമ്പോഴും 1/2 മൊണോപ്പൊളി ഔട്ട്പുട്ട് ഉണ്ട്, 2/3 മൊണോപ്പൊളി ഔട്ട്പുട്ട് ഉണ്ട്. 2/3 മൊണോപ്പൊളി ഔട്ട്പുട്ട് പറഞ്ഞാൽ 2 3 മൊണോപ്പൊളി ഔട്ട്പുട്ട്. 1/2 മൊണോപ്പൊളി ഔട്ട്പുട്ട് പറഞ്ഞാല് ഒന്നിന്റെ പകുതി ആയിട്ടുള്ള ഔട്ട്പുട്ട്. അപ്പൊ ഇവിടെ അതിന്റെ നമ്പേഴ്സ് നോക്കൂ. 1/2 മൊണോപ്പൊളി ഔട്ട്പുട്ട് ഫേം എ ആയിരിക്കുമ്പോ ഇവിടെ 20 20. അതേപോലെ 2/3 മൊണോപ്പൊളി ഔട്ട്പുട്ട് ഫേം എ ആയിരിക്കുമ്പോ 22 and 50. അപ്പൊ ഇവിടെയാണ് 1/2 മൊണോപ്പൊളി ഔട്ട്പുട്ടിലാണ് ഫേം എ ഈക്വൽ. ഫേം എ ഈക്വൽ ആവുന്നത് എവിടെയാണ്? 1/2 മൊണോപ്പൊളി ഔട്ട്പുട്ടില്. എന്നാൽ ഫേം എ ഔട്ട്പുട്ട് എവിടെ ഈക്വൽ അല്ല? 2/3 മൊണോപ്പൊളി ഔട്ട്പുട്ടിൽ ഈക്വൽ അല്ല. ഇവിടെ 22 ആണ്, ഇവിടെ 50 ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ്, ഫേം എ 2/3 മൊണോപ്പൊളി ഔട്ട്പുട്ടിൽ ഇവിടെ എങ്ങനെയാണ്? ഈക്വൽ ആണോ? ഫേം എ 2/3 മൊണോപ്പൊളി ഔട്ട്പുട്ട് ഉണ്ട്, അതേപോലെ തന്നെ 1/2 മൊണോപ്പൊളി ഔട്ട്പുട്ട് ഉണ്ട്. പക്ഷെ ഇവിടെ എത്തുമ്പോഴേക്കും 2/3 മൊണോപ്പൊളി ഔട്ട്പുട്ടില് ഇവിടെ ഇത് ഈക്വൽ അല്ല. പക്ഷെ ഇവിടെ പക്ഷെ ഫേം ബി എവിടെ വെച്ചിട്ടാ ഈക്വൽ ആവുന്നത്? 2/3 മൊണോപ്പൊളി ഔട്ട്പുട്ടിലാണ് ഈക്വൽ ആവുന്നത്. മനസ്സിലായോ? ഒന്നുകൂടി പറഞ്ഞു തരാം, വ്യക്തമാക്കി തരാം, ശ്രദ്ധിച്ചോളൂ. ഫേം എ ഹാഫ് ഔട്ട്പുട്ടും ഉണ്ട്, ഫേം ബി ഹാഫ് ഔട്ട്പുട്ടും ഉണ്ട്. ഫേം എ ഹാഫ് ഔട്ട്പുട്ട് ആയിരിക്കുമ്പോൾ 1/2 മൊണോപ്പൊളി ഔട്ട്പുട്ടിലാണ് ഈക്വല്, 2/3 മൊണോപ്പൊളി ഔട്ട്പുട്ടിൽ ഈക്വൽ അല്ല. ഇനി ഫേം ബി ഔട്ട്പുട്ട് ആയിരിക്കുമ്പോഴോ 2/3 മൊണോപ്പൊളി ഔട്ട്പുട്ടില് എന്തല്ല? ഈക്വൽ അല്ല. പക്ഷെ ഫേം ബി ഔട്ട്പുട്ട് 2/3 1/2 ഔട്ട്പുട്ടിൽ ഈക്വൽ അല്ല. എന്നാൽ 2/3 മൊണോപ്പൊളി ഔട്ട്പുട്ടിൽ എങ്ങനെയായിരിക്കാം? ഈക്വൽ ആണ്. മനസ്സിലായില്ലേ? ഇതാണ്. അപ്പൊ ഇവർ ഡെലീമ, ഇത് ഒളിഗോപോളിസ്റ്റ് ഡെലീമ പറഞ്ഞ ഈ ഒരു ടേബിൾ ആണ് നിങ്ങൾ അവിടെ അറേഞ്ച് ചെയ്യേണ്ടത്. ഫേം എയും ഫേം ബിയും, ആ ഫേം എയിൽ വരുന്നതും ഫേം ബിയിൽ വരുന്നതുമുള്ള ആ നമ്പേഴ്സ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് കാർട്ടൽ. കാർട്ടൽ തിയറി ഓഫ് ഒളിഗോപോളി. കാർട്ടൽ തിയറി ഓഫ് ഒളിഗോപോളി. What is mean by cartel? A cartel is defined as a group of firms that get together to make output and price decision. Cartel is defined as a group of firms. ഒരു വിപണിയുടെ ഗ്രൂപ്പാണ് അവിടെ. Group of firms that get together to make output and price decision. ഒരു ഗ്രൂപ്പ് ഓഫ് ഫേം ആണ് അവിടെ പ്രൈസും ഔട്ട്പുട്ടും തീരുമാനിക്കുന്നത്. ഇപ്പൊ കാർട്ടലിന്റെ പ്രത്യേകത എന്താണ്? എ കാർട്ടൽ ഈസ് ഡിഫൈൻഡ് ആസ് എ ഗ്രൂപ്പ് ഓഫ് ഫേം ദാറ്റ് ഗെറ്റ് ടുഗദർ ടു മേക്ക് ഔട്ട്പുട്ട് ആൻഡ് പ്രൈസ് ഡിസിഷൻ. ഔട്ട്പുട്ടും പ്രൈസും തീരുമാനിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഫേം ആണ്. ഇന്റർനാഷണലി there are no restriction on cartel formation. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്രപരമായിട്ട് ഇവിടെ എന്തില്ല? നോ റെസ്ട്രിക്ഷൻ, യാതൊരു നിയന്ത്രണവുമില്ല. കാർട്ടലില് അന്താരാഷ്ട്രപരമായി യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ സാധനങ്ങളുടെ ഒഴുക്ക് തുടരുന്നതിനെയാണ് ഇന്റർനാഷണൽ കാർട്ടൽ എന്ന് പറയുക. അപ്പൊ ഇന്റർനാഷണൽ കാർട്ടലില് ഫേം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ആയിരിക്കാം. അവിടെ പ്രൈസും ഔട്ട്പുട്ടും ഈ ഗ്രൂപ്പ് ആയിട്ടുള്ള ഫേമുകളാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇന്റർനാഷണലി there are no restriction on cartel formation. കാർട്ടൽ ഫോർമേഷനില് എന്താണ്? ഒരു റെസ്ട്രിക്ഷൻസും എവിടെ നിലനിൽക്കുന്നില്ല? കാർട്ടൽ ഫോർമേഷനിൽ നിലനിൽക്കുന്നില്ല. The organization of petroleum exporting country unit of output. അതിനൊരു ഉദാഹരണമാണ് എന്ത്? ഓർഗനൈസേഷൻ. കാർട്ടലിനുള്ള എക്സാമ്പിൾ ആണ് ഇവിടെ എന്ത്? ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രി യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഇവിടെ OPEC എന്ന് പറയും. OPEC ഫുൾ ഫോം എന്താണ്? ഓർഗനൈസേഷൻ ഓഫ്
പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രി. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രി ആണ് ഏത്? OPEC. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കാർട്ടൽ തിയറിയിൽ ഈ 12th ചാപ്റ്ററിൽ ചോദിക്കുന്നത്. അതേപോലെ തന്നെ അതിന്റെ ഡയഗ്രമത്തിലേക്ക് പോവാം. ഇവിടെ മാർജിനൽ റവന്യൂ, ഇത് മാർജിനൽ റവന്യൂ, ഇവിടുത്തെ ഈ ഒരു ലൈന് മാർജിനൽ കോസ്റ്റ്, ഇത് ഡിമാൻഡ്, അതേപോലെ തന്നെ നമ്മൾ അതിന് അവിടെ അവ ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് പ്രോഫിറ്റ് ഏൺ ചെയ്യും. ഇത് മാർജിനൽ കോസ്റ്റ്, ഇവിടെ ആവറേജ് കോസ്റ്റ്, ഇവിടെ മാർജിനൽ റവന്യൂ, ഇത് ഡിമാൻഡ്. ഇതാട്ടോ മാർജിനൽ റവന്യൂ. ശ്രദ്ധിച്ചോളൂ കുട്ടികളെ, ഈ ഒരു ലൈനാണ് മാർജിനൽ റവന്യൂ MR. ഇത് ഡിമാൻഡ്, ഈ ലൈന് മാർജിനൽ കോസ്റ്റ്, ഇവിടെ ആവറേജ് കോസ്റ്റ്, ഇവിടെയാണ് കാർട്ടലില് പ്രോഫിറ്റ് ഏൺ ചെയ്യുക. അപ്പൊ ഇതാണ് കാർട്ടൽ തിയറി. അപ്പൊ കാർട്ടൽ തിയറി ഓഫ് ഒളിഗോപ്പൊളി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാര്യങ്ങളും അതേപോലെ തന്നെ ഈ ഡയഗ്രാംസ് ആണ് അവിടെ അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, അതേപോലെ നമുക്ക് ഇനി എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള യൂണിറ്റ് 13 13ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള 13ാമത്തെ ചാപ്റ്റർ ആണ് ഫാക്ടർ മാർക്കറ്റ് ആൻഡ് പ്രൈസിംഗ് ഡിസിഷൻ. ഫാക്ടർ മാർക്കറ്റ് ആൻഡ് പ്രൈസിംഗ് ഡിസിഷൻ. എന്താ ഫാക്ടർ മാർക്കറ്റ് പറഞ്ഞാൽ? മാർക്കറ്റിന്റെ ഫാക്ടേഴ്സ്, ഫാക്ടർ മാർക്കറ്റ് ആൻഡ് പ്രൈസിംഗ് ഡിസിഷൻ. കുട്ടികളെ, നമുക്കറിയാം എന്താണ് മീനിങ് ഓഫ് ഫാക്ടർ മാർക്കറ്റ്. ഫാക്ടർ മാർക്കറ്റ് ഒരു മാർക്കറ്റിൽ 4 ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കുക. ലാൻഡ് ഉണ്ടായിരിക്കും, ലേബർ ഉണ്ടായിരിക്കും, ക്യാപിറ്റൽ ഉണ്ടായിരിക്കും, എന്റർപ്രണർഷിപ്പ് ഉണ്ടായിരിക്കും. മാർക്കറ്റില് 4 ഫാക്ടേഴ്സ് ആവും ഉണ്ടായിരിക്കുക. ലാൻഡ്, ലേബറ്, ക്യാപിറ്റല്, അതേപോലെ തന്നെ എന്റർപ്രണർഷിപ്പ്. അതാണ് ഫാക്ടർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഫാക്ടർ മാർക്കറ്റിൽ 4 ഘടകങ്ങളാണുള്ളത്. ലാൻഡ്, ലേബറ്, ക്യാപിറ്റല്, എന്റർപ്രണർഷിപ്പ്. അതാണ് ഫാക്ടർ മാർക്കറ്റ്. മീനിങ് ഓഫ് ഫാക്ടർ മാർക്കറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 പോയിന്റ് എഴുതി വെച്ചാൽ മതി. 4 ഘടകങ്ങളാണ് മാർക്കറ്റിൽ ഉള്ളത്. 4 ഘടകങ്ങൾ കൊണ്ടാണ് നമ്മൾ ഒരു മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇനി നമ്മൾക്ക് ഈ 4 ഘടകങ്ങളിൽ നിന്നും റിവാർഡുകൾ കിട്ടുന്നുണ്ട്. ലാൻഡിൽ നിന്നും കിട്ടുന്ന റിവാർഡാണ് റെന്റ്. ലാൻഡിൽ നിന്ന് എന്താ നമുക്ക് കിട്ടുക? റെന്റ് കിട്ടും, റെന്റ്. ലേബറിന് എന്താ നമ്മൾ കൊടുക്കുക? വേജ്. ആൻഡ് ക്യാപിറ്റൽ ആയിരിക്കുമ്പോൾ എന്താണ്? ഇൻട്രസ്റ്റ്. ക്യാപിറ്റൽ ആയിരിക്കുമ്പോൾ ഇൻട്രസ്റ്റ്. ആൻഡ് എന്റർപ്രണർഷിപ്പ് ആയിരിക്കുമ്പോൾ ഓർഗനൈസേഷൻ ആയിരിക്കുമ്പോൾ എന്താ കിട്ടുക? പ്രോഫിറ്റ്. അപ്പൊ ഈ 4 ഘടകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാക്ടർ മാർക്കറ്റ്. ഇപ്പൊ ഫാക്ടർ മാർക്കറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? ഈ 4 ഘടകങ്ങൾ എഴുതി വെക്കുക. ലാൻഡ്, ലേബറ്, ക്യാപിറ്റല്, എന്റർപ്രണർഷിപ്പ്. ലാൻഡ് ആയിരിക്കുമ്പോൾ കിട്ടുന്ന റിവാർഡാണ് റെന്റ്. ലേബർ ആയി കിട്ടുമ്പോൾ കിട്ടുന്ന റിവാർഡാണ് വേജ്. ക്യാപിറ്റൽ ആകുമ്പോൾ കിട്ടുന്ന റിവാർഡാണ് ഇൻട്രസ്റ്റ്. ആൻഡ് എന്റർപ്രണർഷിപ്പ് ആയിരിക്കുമ്പോൾ കിട്ടുന്ന റിവാർഡാണ് പ്രോഫിറ്റ്. ഇനി നമ്മൾക്ക് അതിനെ ഹൗസ് ഹോൾഡ് സപ്ലൈ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് എന്റർപ്രണർ സ്കിൽ, അതായത് ഈ ലാൻഡിനെയും ലേബറിനെയും ക്യാപിറ്റലിനെയും എന്റർപ്രണർ സ്കില്ലിനെയും ഒരു ഹൗസ് ഹോൾഡ് സപ്ലൈ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അതെന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ ഫേം പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഹൗസ് ഹോൾഡ് ഓണേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, പ്രൊഡ്യൂസ് ആൻഡ് സപ്ലൈ ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ഹൗസ് ഹോൾഡ്. അപ്പൊ ഹൗസ് ഹോൾഡ് സപ്ലൈ ആണ് ഏതൊക്കെയെന്ന് പറയുന്നത്? ലാൻഡും ലേബറും ക്യാപിറ്റലും ഓർഗനൈസേഷൻ അഥവാ എന്റർപ്രണർഷിപ്പ് ഒക്കെ ഒരു ഹൗസ് ഹോൾഡ് സെക്ടർ ആണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? അത് വിപണിയില് ഈ 4 ഘടകങ്ങൾ തമ്മിൽ സാധനങ്ങളും സേവനങ്ങളും വിതരണം ചെയ്യുന്നുണ്ട്. ഹൗസ് ഹോൾഡ് ആണെങ്കിലും ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് ചോദിക്കുമ്പോൾ ഈ ഒരു 2 കോളങ്ങളും അതേപോലെ തന്നെ പ്രൊഡ്യൂസ് ആൻഡ് സപ്ലൈ ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ഹൗസ് ഹോൾഡ് എന്നും കൂടി നിങ്ങൾ വെക്കണം. ഇനി നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ നിന്നും വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഡിറൈവ്ഡ് ഡിമാൻഡ്. ഡിമാൻഡിനെ എങ്ങനെയാണ് നിർവചിക്കുക? വാട്ട് ഈസ് മീൻ ബൈ ഡിമാൻഡ്? എന്താ ഡിമാൻഡ്? ഡിമാൻഡ് ഈസ് ദ ഡിസയർ
ബാക്ക്ഡ് ബൈ എബിലിറ്റി, വില്ലിങ്നെസ് ടു പേ. വാങ്ങാൻ കഴിയുന്ന എന്തിനേയും ഇപ്പൊ നമുക്കറിയാം, നമുക്ക് എന്തെല്ലാം പണം കൊടുത്ത് എന്തെല്ലാം വാങ്ങാൻ കഴിയുന്നോ അതൊക്കെ ഡിമാൻഡ് തന്നെയാണ് അല്ലെ. പണം കൊടുക്കാതെ ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പൊ പണം കൊടുത്ത് നമ്മൾ എന്തെല്ലാം വാങ്ങാൻ ശ്രമിക്കുന്നുവോ അതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം? ഡിമാൻഡ് എന്ന് പറയാം. ഇപ്പൊ ഇവിടെ ഡിറൈവ്ഡ് ഡിമാൻഡ് ഇവിടെ പറയാണ്, ഹയർ ഈസ് ദ ഡിമാൻഡ് ഫോർ ഗുഡ്സ്, ഹയർ വുഡ് ബി ഡിമാൻഡ് ഫോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഹയർ ഈസ് ദ ഡിമാൻഡ് ഫോർ ഗുഡ്. ഡിമാൻഡ് ഫോർ ഗുഡ് ഹയർ ആണെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും എങ്ങനെയായിരിക്കാം? ഹയർ ആണ്. ഡിമാൻഡ് ഫോർ ഗുഡ് ഹയർ ആണെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും എങ്ങനെയായിരിക്കാം? ഹയർ ആയിരിക്കാം. അതുകൊണ്ട് ഇവിടെ നോക്കൂ, പ്രൈസ് ഓഫ് ക്ലോത്തും ഉണ്ട്, ക്വാണ്ടിറ്റി ഓഫ് ക്ലോത്തും ഉണ്ട്. അതില് പ്രൈസ് ഓഫ് ക്ലോത്തും ക്വാണ്ടിറ്റി ഓഫ് ക്ലോത്ത്, താഴെ ക്വാണ്ടിറ്റി ഓഫ് ക്ലോത്ത് കൊടുത്തിരുന്നു, ഇവിടെ പ്രൈസ് ഓഫ് ക്ലോത്തും കൊടുത്തിരുന്നു. പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ക്ലോത്ത് കുറയൂട്ടോ. ഇപ്പൊ പ്രൈസ് കൂടി, ക്വാണ്ടിറ്റി ഓഫ് ക്ലോത്ത് കൂടുമ്പോൾ പ്രൈസ് പി ആയിരുന്നു, P1 ആയിരുന്നു. പ്രൈസ് P2 ആയി കുറഞ്ഞു, ക്വാണ്ടിറ്റി ഓഫ് ക്ലോത്ത് കൂടി. അപ്പൊ ഇവിടെ Q1 ആയി. പ്രൈസ് P3 ആയി കുറഞ്ഞു, ക്വാണ്ടിറ്റി ഓഫ് ക്ലോത്ത് വർദ്ധിച്ചു, Q2 ആയി. പ്രൈസ് P4 ആയിട്ട് താഴത്തേക്ക് പോന്നപ്പോ അപ്പൊ എന്താ അവസ്ഥ? ഇവിടെ Q1 ആണ്, ഇവിടെ Q2 ആണ്, ഇവിടെ Q3 ആണ്. P4 ആയി കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് Q4 ആയിട്ട് വർദ്ധിച്ചു. ഇങ്ങനെയാണ് നമ്മളെ ഡയഗ്രാം വരിക. അപ്പൊ ഇവിടെ എന്താ? ഹയർ ദ ഡിമാൻഡ് ഫോർ ഗുഡ്സ്. അപ്പൊ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും എങ്ങനെയായിരിക്കും? ഹയർ ആയിരിക്കും. അതേപോലെ ഇപ്പൊ നമ്മള് ഡിറൈവ്ഡ് ഡിമാൻഡില് പ്രൈസ് ഓഫ് ക്ലോത്തും ക്വാണ്ടിറ്റി ഓഫ് ക്ലോത്തും നോക്കുന്നുണ്ട്. ഇതേ തിരിച്ചിട്ടിട്ട് പ്രൈസ് ഓഫ് കോട്ടനും ക്വാണ്ടിറ്റി ഓഫ് കോട്ടനും, കോട്ടന്റെ പ്രൈസ് വർദ്ധിക്കുന്നതും കോട്ടന്റെ ക്വാണ്ടിറ്റി വർദ്ധിക്കുന്നത്, നേരെ തിരിച്ചിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിങ്ങനെയാണ് നമ്മൾ എന്തിനെ ഡിറൈവ് ചെയ്യുക? ഡിറൈവ്ഡ് ഡിമാൻഡ്. ഓക്കെ, ഇനി നമ്മൾക്ക് നോക്കാനുള്ള ഭാഗമാണ് ഒരു ഇക്വേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ് MPP, വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റ് VMP ആൻഡ് മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് MRP. മക്കളെ ഇമ്പോർട്ടന്റ് ആണ്. മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ്, മാർജിനൽ വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റ്, മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ്. ഈ 3 പോയിന്റും ഇത് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അടുത്ത ഭാഗത്ത് അതിന്റെ ടേബിൾ ആണ് ടീച്ചർ പറഞ്ഞു തരുന്നത്. അപ്പോ മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ചേഞ്ച് ഇൻ ടോട്ടൽ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. MPP അഥവാ മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ് എങ്ങനെയാണ് നമുക്ക് കണ്ടെത്തുക? ഇക്വേഷൻ ഏതാണ്? ചേഞ്ച് ഇൻ ടോട്ടൽ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ടോട്ടൽ പ്രോഡക്റ്റിലുള്ള മാറ്റം ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ് എങ്ങനെ? VMP, വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റ് എങ്ങനെയാ നമ്മൾ കാണുക? പ്രൈസ് ഓഫ് ഔട്ട്പുട്ട് ഇൻറ്റു മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ് ഓഫ് ഫാക്ടർ. ഇപ്പൊ വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റ് എങ്ങനെ കാണും? പ്രൈസ് ഓഫ് ഔട്ട്പുട്ടിനെ ഏതുകൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി? മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ് ഓഫ് ഫാക്ടർ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് ഏത് കിട്ടുക? VMP, വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റ്. അടുത്തതാണ് മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ്. ഈ 3 MPPയും VMPയും MRPയും ഇമ്പോർട്ടന്റ് ആണ്. ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾ അത് എഴുതി പഠിക്കണം. ഇനി അടുത്തത് അതിന്റെ ടേബിൾ ആണ് വരിക. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി വ്യക്തമാകും. മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് എങ്ങനെ കാണുക? ഇവിടെ ശ്രദ്ധിച്ചോളൂ. ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. MRP കാണുക എങ്ങനെയാണ്? ചേഞ്ച് ഇൻ ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇനി അതല്ലെങ്കിൽ വേറൊരു ഇക്വേഷൻ ഉണ്ട്. MRP ഈക്വൽ മാർജിനൽ റവന്യൂ ഇൻറ്റു മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ്.
മാർജിനൽ റവന്യൂ ഇൻറ്റു മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ് ചെയ്താൽ നമുക്ക് മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് കിട്ടും. അപ്പൊ ഈ 3 MPP, VMP, MRP ഇത് കാണാനുള്ള ഇക്വേഷൻ നന്നായിട്ട് നിങ്ങൾ അത് എഴുതി പഠിക്കുക. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ടേബിള് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ ഇത് ആ ടേബിൾ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ 3 ഇക്വേഷനും പഠിക്കണം. MPP പറഞ്ഞാൽ എന്താ? മാർജിനൽ ഫിസിക്കൽ പ്രോഡക്റ്റ്. VMP പറഞ്ഞാൽ എന്താ? വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റ്. MRP പറഞ്ഞാൽ എന്താ? മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ്. അപ്പൊ അത് കാണാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട ടേബിളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോ യൂണിറ്റ് 13 നമ്മൾ നേരത്തെ ടീച്ചർ ഒരു ഇക്വേഷൻ തന്നിരുന്നു. അതുമായി ബേസ് ചെയ്തുകൊണ്ടുള്ള ടേബിളിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇക്വേഷനും ആ ടേബിളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഓരോന്നും നമ്മളത് എങ്ങനെ കാണുക എന്ന് നമ്മൾ പഠിച്ചിരുന്നു. MPPയും VMPയും അതേപോലെ തന്നെ പിന്നെ ഏതാ TR ഒക്കെ എങ്ങനെ കാണുക, അതെങ്ങനെയാണ് MRP ഒക്കെ എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഇക്വേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടേബിളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇവിടെ യൂണിറ്റ് ഓഫ് വർക്കേഴ്സ് എത്ര ആൾക്കാരാ? 0 തൊട്ട് 5 വരെയാണ് വർക്കേഴ്സ് വരുന്നത്. അതിൽ ടോട്ടൽ പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്, മാർജിനൽ പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്. മാർജിനൽ പ്രോഡക്റ്റ്, പിന്നെ മാർക്കറ്റ് പ്രൈസ് ഓഫ് ബ്രെഡ്, പിന്നെ വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റ്. VMP എങ്ങനെ കാണുക ഞാൻ ടീച്ചർ പറഞ്ഞുതരും. പിന്നെ TR എങ്ങനെ കാണുക? P/Q ആണ് TR. MR മാർജിനൽ റവന്യൂ എങ്ങനെ കാണുക? MRP എങ്ങനെ കാണുക? ഇതൊക്കെ എങ്ങനെ കണ്ടെത്തിയ എന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇവിടെ 0 തൊട്ട് 5 വരെയാണ് നമ്മളെ വർക്കേഴ്സ് ഉള്ളത്. ടോട്ടൽ പ്രോഡക്റ്റ് എത്രയുള്ളത്? 0, 20, 30, 35, 38, 39. മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഇവിടെ കാണുന്നത്? അതായത് ടോട്ടൽ പ്രോഡക്റ്റിൽ നിന്നും എന്ത് ചെയ്യുന്നത്? മൈനസ് ചെയ്യുമ്പോഴാണ് മാർജിനൽ പ്രോഡക്റ്റ് കിട്ടുന്നത്. നോക്കൂ, ഇവിടെ 0, 20, 30 20 മൈനസ് ചെയ്യുമ്പോൾ 10, 35 30 മൈനസ് ചെയ്യുമ്പോൾ 5, 38 35 മൈനസ് ചെയ്യുമ്പോൾ 3, 39 38 മൈനസ് ചെയ്യുമ്പോൾ 1. അപ്പൊ മാർജിനൽ പ്രോഡക്റ്റ് എങ്ങനെ കിട്ടിയേ? ടോട്ടൽ പ്രോഡക്റ്റ് TPN മൈനസ് TPN മൈനസ് 1 ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ അപ്ലൈ ചെയ്യുന്ന തിയറി എന്ന് പറയുന്നത് ഏതാണ്? TPN മൈനസ് 1 എന്ന തിയറിയിലൂടെയാണ് ഈ പ്രോബ്ലം നമ്മൾ കണ്ടെത്തുന്നത്. മാർജിനൽ പ്രോഡക്റ്റ്. അപ്പൊ മാർജിനൽ പ്രോഡക്റ്റ് കാണാൻ എന്ത് ചെയ്താൽ മതി? TPയെ കുറച്ച് കൊണ്ടുവരിക. TPN എന്ന് പറഞ്ഞാൽ TPയുടെ ആദ്യസംഖ്യ പിറ്റത്തെ സംഖ്യ, അങ്ങനെ. അപ്പൊ നമ്മളിവിടെ 20 കൊടുത്തു. ഇവിടെ 20 20നെ 0 ആയി മൈനസ് ചെയ്യുമ്പോൾ എത്ര തന്നെയാണ്? 20 തന്നെയാണ്. പിന്നെ 30 20 മൈനസ് ചെയ്യുമ്പോൾ 10 കിട്ടും. 35 30 മൈനസ് ചെയ്യുമ്പോൾ 5 കിട്ടും. 38 നിന്നും 35 മൈനസ് ചെയ്യുമ്പോൾ 3 കിട്ടും. ആൻഡ് 39 38 മൈനസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് 1 കിട്ടും. അതാണ് നമ്മളുടെ മാർജിനൽ പ്രോഡക്റ്റ്. അപ്പോ MP എങ്ങനെയാണ് നമ്മൾക്ക് അത് TPയിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് MP കണ്ടെത്തിയത്, മാർജിനൽ പ്രോഡക്റ്റ് കണ്ടെത്തിയത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതേപോലെ തന്നെ മാർക്കറ്റ് പ്രൈസ് ഓഫ് ബ്രെഡിന്റെ പ്രൈസ് എല്ലായിടത്തും സെയിം ആണ്. 10 10 10 10 10 10 10 അങ്ങനെ 5 വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അത് വരെയും നമ്മൾ എത്ര ഇട്ടുന്നത്? 10 ആണ് ഇട്ടുന്നത്. ഇനി നമുക്ക് VMP വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റ് എങ്ങനെ കാണുക എന്നാണ് ഇവിടെ നോക്കുന്നത്. VMP കാണാൻ നമ്മൾ എന്ത് ചെയ്തു? TPയെ അതായത് നമ്മള് MP മാർജിനൽ പ്രോഡക്റ്റ് കണ്ടിരുന്നു. ആ മാർജിനൽ പ്രോഡക്റ്റിനെ എന്തുകൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്? മാർജിനൽ പ്രോഡക്റ്റിനെ ഈ ബ്രെഡിന്റെ പ്രൈസ് കൊണ്ട് ഗുണിക്കുമ്പോഴാണ് VMP കിട്ടുന്നത്. ബ്രെഡിന്റെ പ്രൈസ് ഇങ്ങനെ ഓർത്താൽ മതി. VMP
കാണാൻ നമ്മൾ എന്താ ഈ കോളം എങ്ങനെ കിട്ടിയെന്നാണ് ടീച്ചർ പറയണത്. VMP ഈക്വൽ ഏതാണ്? MP ഇൻറ്റു പ്രൈസ്. ഏതിന്റെ പ്രൈസാ? ബ്രെഡിന്റെ പ്രൈസ്. ഇപ്പൊ VMP കണ്ടോ, ഇവിടെ 0 20 ഇൻറ്റു 10 200, 10 ഇൻറ്റു 10 100, 5 ഇൻറ്റു 10 50, 3 ഇൻറ്റു 10 30, 1 ഇൻറ്റു 10 10. അങ്ങനെയാണ് നമുക്ക് ഏത് കിട്ടിയത്? VMP കിട്ടിയത്. അപ്പൊ മക്കളെ നിങ്ങൾക്ക് VMP എങ്ങനെയാണ് കിട്ടിയത് എന്ന് മനസ്സിലായിട്ട് ഉണ്ടായിരിക്കും. അടുത്തത് നമുക്ക് ടോട്ടൽ റവന്യൂ എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. ടോട്ടൽ റവന്യൂ. ടോട്ടൽ റവന്യൂ എന്ന് പറയുമ്പോൾ 200, 300, 350, 380, 390. ഇതെങ്ങനെ വന്നത്? TR വന്നത് എങ്ങനെയാണ്? നമ്മള് TPA. അപ്പൊ ഇവിടെ TR കണ്ടെത്തിയത് എങ്ങനെ? TPA നമ്മൾ ഏതുകൊണ്ട് ഗുണിച്ചു? വില കൊണ്ട്. TP ഇൻറ്റു പ്രൈസ്. അപ്പോഴാണ് നമുക്ക് TR കിട്ടുന്നത് കേട്ടോ. TP എത്ര? ഇവിടെ 0 20 ഇൻറ്റു 10 200, 20 ഇൻറ്റു 10 200 കിട്ടി. അതേപോലെ 30 ഇൻറ്റു 10, 35 ഇൻറ്റു 10, 38 ഇൻറ്റു 10 ആൻഡ് 39 ഇൻറ്റു 10. അങ്ങനെ TR കിട്ടിയത് എങ്ങനെയാണ്? TPനെ ടോട്ടൽ പ്രോഡക്റ്റിനെ വില കൊണ്ട് ഗുണിച്ചപ്പോഴാണ് TR കിട്ടിയത്. VMP കിട്ടിയത് എങ്ങനെയാണ്? വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റ്. MPയെ നമ്മൾ ഏതുകൊണ്ട് ഇൻറ്റു ചെയ്തു? വില കൊണ്ട് പ്രൈസ് കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോഴാണ് നമുക്ക് ഏത് കിട്ടിയത്? VMP കിട്ടിയത്. ഇനി നമ്മൾക്ക് ഏത് MR എന്ന് പറയുന്നത് ഏതന്നെ? 10 തന്നെയാണ് കേട്ടോ. ബ്രെഡിന്റെ പ്രൈസ് തന്നെയാണ് MR. ഇനി മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് കിട്ടുന്നതിന് നമ്മൾ ഏതാണ്? MPP. അതായത് മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടി MP ഇൻറ്റു MR. മാർജിനൽ റവന്യൂ പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ MP ഇൻറ്റു MR ചെയ്തപ്പോഴാണ് കണ്ടോ MP ഇൻറ്റു 200 100, 5 ഇൻറ്റു 10 50, അതേപോലെ തന്നെ 30 10. മനസ്സിലായോ? അപ്പൊ ഈ ടേബിൾ എങ്ങനെയാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതെന്ന് മനസ്സിലായോ? അതായത് അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ ഇതുപോലെ വരും. ആദ്യം യൂണിറ്റ് ഓഫ് വർക്കേഴ്സും തന്നിട്ടുണ്ടാവും, ടോട്ടൽ പ്രോഡക്റ്റും തരും, ഇതും തരും. ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക വേണ്ടേ. അപ്പൊ ഇതില് VMP കണ്ടെത്തിയത് എങ്ങനെ? MP ഇൻറ്റു പ്രൈസ് ആണ്. MP ഏതാ? ഇതാണ് MP. ഈ MPയെ പ്രൈസ് കൊണ്ട് ഗുണിച്ചപ്പോഴാണ് ഏത് കിട്ടിയത്? VMP കിട്ടിയത്. ഇത് VMP കിട്ടിയത്. TR കിട്ടിയത് എങ്ങനെയാണ്? TPയെ പ്രൈസ് കൊണ്ട് ഗുണിച്ചപ്പോഴാണ് TR കിട്ടിയത്. അതേപോലെ തന്നെ MRP കിട്ടിയത് എങ്ങനെയാണ്? MPയെ ഏതുകൊണ്ട് ഗുണിച്ചു? MR കൊണ്ട് ഗുണിച്ചപ്പോഴാണ് നമുക്ക് ഏത് കിട്ടിയത്? MRP കിട്ടിയത്. മനസ്സിലായോ? ഇതാണ് ഈ ടേബിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ VMP കിട്ടിയത് എങ്ങനെയെന്നും TR കിട്ടിയത് എങ്ങനെയെന്നും MRP കിട്ടിയത് എങ്ങനെയെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അത് ചെയ്ത് പഠിക്കുക. ഇനി നമുക്ക് മാർജിനൽ MRP ഇവിടെ കണ്ടോ. ഈ MRP എങ്ങനെയാണ് വരച്ചിട്ടുള്ളത്? കർവായിട്ട് നമ്മൾക്ക് വരയ്ക്കാം. ഇവിടെ 0 2 4 6 ഇട്ടിട്ടുണ്ട്. അവിടെ 0-ല് ഒന്നുമില്ല. പിന്നെ 1 ആയിരിക്കുമ്പോൾ ഇവിടെ എത്രയാണ്? 2 MRP കർവാണ് കേട്ടോ. MRP കർവാണ്. ഇവിടെ 1 ആയിരിക്കുമ്പോൾ ഇവിടെ എത്ര വരും? 200 വരും. 2 ആയിരിക്കുമ്പോൾ അവിടെ എത്രയാണ്? 100 വരും. 3 ആയിരിക്കുമ്പോൾ എത്രയാണ്? 3 ആയിരിക്കുമ്പോൾ 50 വരും. 4 ആയിരിക്കുമ്പോൾ 30 ഇവിടെ വരും. 30 വരും. ആൻഡ് 5 ഇവിടെയാണ്. 5 ആയിരിക്കുമ്പോൾ എത്ര വരും? ഏകദേശം ഇവിടെ 10 വരും. ഇതാണ് MRP കർവ്.
അപ്പൊ നിങ്ങളോടക്ക് പരീക്ഷയ്ക്ക് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഈ ടേബിള് എങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഈ കർവും വരയ്ക്കുക. അതേപോലെ തന്നെ നമ്മളുടെ ഈ ചാപ്റ്ററിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് സപ്ലൈ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. സപ്ലൈ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതില് ലാൻഡ് മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്. സപ്ലൈ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഏതൊക്കെ വരിക? ലാൻഡ് മാർക്കറ്റും വരും, അതേപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റും വരും. അവിടെ റെന്റ്, സപ്ലൈ ഓഫ് ലാൻഡ്, ക്വാണ്ടിറ്റി ഓഫ് ലാൻഡ്. അവിടെ സപ്ലൈ ഓഫ് ക്യാപിറ്റൽ, ക്വാണ്ടിറ്റി ഓഫ് ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ്. അതേപോലെ തന്നെ ക്വാണ്ടിറ്റി ഓഫ് ലേബർ, ഇവിടെ വേജ്. ഇവിടെ വേജ്, ക്വാണ്ടിറ്റി ഓഫ് ലേബർ. അപ്പൊ ഇവിടെ സപ്ലൈ ഓഫ് ലാൻഡ് ഫിക്സഡ് ആണ്. സപ്ലൈ, ഭൂമിയുടെ സപ്ലൈ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഫിക്സഡ് ആണ്. ഭൂമി എപ്പോഴും ഒരു ഫിക്സഡേ ഉള്ളൂ. നമുക്ക് കൂട്ടാനും, ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ഈ ചാപ്റ്റർ എടുത്ത് തന്നപ്പോഴേ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു ലാൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അത് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒന്നും സാധിക്കില്ല. ലാൻഡ് ഫിക്സഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഭൂമിയുടെ സപ്ലൈ, ലാൻഡിന്റെ സപ്ലൈ ഫിക്സഡ് ആക്കി കാണിക്കുന്നത്. ഇതിനെ ലാൻഡ് മാർക്കറ്റ് എന്ന് പറയും. ക്യാപിറ്റൽ മാർക്കറ്റ് ആയിരിക്കുമ്പോൾ സപ്ലൈ ഓഫ് ക്യാപിറ്റൽ, ക്വാണ്ടിറ്റി ഓഫ് ക്യാപിറ്റൽ, ഇവിടെ ഇൻട്രസ്റ്റ്. അപ്പൊ ഡിമാൻഡ് കർവാണ് നമ്മൾ വരയ്ക്കുന്നത്. പിന്നെ വേജ് വ്യക്തമാക്കുക. അപ്പൊ ഈ 4 കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുക. സപ്ലൈ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ലാൻഡ് മാർക്കറ്റും വരയ്ക്കുക, ക്യാപിറ്റൽ മാർക്കറ്റും വരയ്ക്കുക. അങ്ങനെ ഈ 4 ഡയഗ്രാംസും നിങ്ങൾ വരച്ചാൽ തന്നെ ഏതാണ് സപ്ലൈ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയി. സപ്ലൈ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ 2 എണ്ണമാണ് ഉള്ളത്. ലാൻഡ് മാർക്കറ്റും ഉണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റും ഉണ്ട്. ഓക്കെ, അടുത്തതാണ് ഡിറ്റർമിനേഷൻ ഓഫ് റിട്ടേൺസ് ടു എ ഫാക്ടർ. ഡിറ്റർമിനേഷൻ ഓഫ് റിട്ടേൺസ് ടു എ ഫാക്ടർ. അതില് ഫാക്ടേഴ്സിനെ ഡിറ്റർമിൻ ചെയ്യുക. ഏതൊക്കെ ഫാക്ടേഴ്സ് ഉള്ളത് നമുക്കറിയാം. ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാ? ലാൻഡ്, ലേബർ, ക്യാപിറ്റല്, എന്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ. ഇതാണ് ഫാക്ടേഴ്സ്. ആ ഫാക്ടേഴ്സിനെ ഡിറ്റർമിനേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇതൊക്കെ. ലാൻഡിന് കിട്ടുന്നതാണ് റെന്റ്. ഇപ്പൊ ഡിറ്റർമിനേഷൻ ഓഫ് റിട്ടേൺസ് ടു എ ഫാക്ടർ എന്ന് പറഞ്ഞാല് ഫാക്ടറിൽ നിന്നുള്ള റിട്ടേണുകളെയാണ് പറ്റിയ പഠിക്കും. ഫാക്ടർ ഏതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഫാക്ടർ പറയുന്നത് 4 എണ്ണാണ്. ലാൻഡ്, ലേബർ, ക്യാപിറ്റല്, ഓർഗനൈസേഷൻ. അതിനുള്ള റിട്ടേണുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. റെന്റ്, ക്വാണ്ടിറ്റി ഓഫ് ലാൻഡ്. അപ്പൊ നമുക്കറിയാം ഇവിടെ സപ്ലൈ എന്ന് ഡിമാൻഡും ഉണ്ട്, സപ്ലൈ. ഇതാണ് നമ്മുടെ ഡിമാൻഡ് കർവ്, ഇത് സപ്ലൈ കർവ്. അപ്പൊ ഇവിടെ സപ്ലൈ ഓഫ് ലാൻഡ് എന്ന് പറയുമ്പോൾ ഭൂമിയുടെ വിതരണം ഒരു ഫിക്സഡ് ആണ്. പക്ഷെ ഭൂമിയുടെ ഡിമാൻഡ് ഇങ്ങനെ കൂടിയും കുറഞ്ഞു നിൽക്കും. ഇതാണ്. അപ്പൊ ഭൂമിയുടെ റെന്റ് വർദ്ധിക്കണമെങ്കിൽ ഭൂമിയുടെ ഉപയോഗം കൂടണം. റെന്റ് വർദ്ധിക്കണമെങ്കിൽ ഭൂമിയുടെ ലാൻഡിന്റെ ഉപയോഗം കൂടുമ്പോഴാണ് ഭൂമിയുടെ റെന്റ് വർദ്ധിക്കുക. അപ്പൊ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മള് സോയാബീൻ കൃഷി ചെയ്യുകയാണെങ്കിൽ ആ സോയാബീൻ എന്ന പ്രോഡക്റ്റ്, അഗ്രികൾച്ചറൽ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാകുമ്പോഴേ ഭൂമിയുടെ ഭൂമി നമ്മളിങ്ങനെ റെന്റിന് എടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് റെന്റ് എന്ന് പറയുന്നത് ഏതിന്റെ ഫാക്ടർ റിട്ടേൺ ആ? ലാൻഡിന്റെ ഫാക്ടർ റിട്ടേൺ ആണ് റെന്റ്. അപ്പൊ നമ്മള് ഡിറ്റർമിനേഷൻ ഓഫ് റിട്ടേൺ ടു എ ഫാക്ടർ, ഫാക്ടേഴ്സിന്റെ റിട്ടേണുകളാ പഠിക്കുന്നത്. അപ്പൊ റെന്റ് എന്ന് പറയുമ്പോൾ ലാൻഡിന്റെ റിട്ടേൺ ആണ് റെന്റ്. അവിടെ ഭൂമിയുടെ സപ്ലൈ ഓഫ് ലാൻഡ് എങ്ങനെയാണ്? ഫിക്സഡ് ആയിരിക്കും. പക്ഷെ ഡിമാൻഡ് എങ്ങനെയാണ്? മാറ്റം ഉണ്ടായിരിക്കും. ചില സമയത്ത് ഭൂമിയുടെ ഉപയോഗം കൂടുമ്പോൾ ഡിമാൻഡും കൂടും, ഭൂമിയുടെ ഉപയോഗം കുറയുമ്പോൾ ഡിമാൻഡും കുറയും. ഓക്കെ, വേജ് ഏതിന്റെ റിട്ടേൺ ആ? ലേബർക്ക് കിട്ടുന്ന റിട്ടേൺ ആണ് വേജ്. അതുകൊണ്ട് വേജിന്റെ കേസിൽ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആണ് കേട്ടോ. ഡിമാൻഡും സപ്ലൈയും വേജിന്റെ കേസിൽ എങ്ങനെയാണ്? ഈക്വൽ ആയിട്ടാണ് കാണിച്ചത്, നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇനി 3ാമത്തെ കേസാണ് ഇൻട്രസ്റ്റ്. അപ്പൊ ഇൻട്രസ്റ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ് പറയുന്നത്? ദ കോസ്റ്റ് ഓഫ് യൂസിങ് capital services is known as rental rate for capital and the return to the owners of capital known as interest. അതായത് ഓണേഴ്സിന് കിട്ടുന്ന റിട്ടേൺ ആണ് ഇൻട്രസ്റ്റ്. ദ കോസ്റ്റ് ഓഫ് യൂസിങ് ക്യാപിറ്റൽ സർവീസ്, കോസ്റ്റ് ചെലവിലൂടെ നമ്മൾ ക്യാപിറ്റൽ സർവീസ് നടത്തും. എന്നിട്ടോ റെന്റൽ റേറ്റ് ഫോർ ക്യാപിറ്റൽ ആൻഡ് റിട്ടേൺ ടു ദ ഓണേഴ്സ് ഓഫ് ക്യാപിറ്റൽ, ആ ഒരു ഓണേഴ്സിന്
കിട്ടുന്ന റെന്റൽ റേറ്റ് ആണ് ഏത്? ക്യാപിറ്റലിന്റെ. അപ്പൊ ആ റെന്റൽ റേറ്റ് ഓഫ് ക്യാപിറ്റലിന് കിട്ടുന്ന റിവാർഡാണ് ഇൻട്രസ്റ്റ് അല്ലെ? അതേപോലെ തന്നെ ഇൻട്രസ്റ്റിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ തരംതിരിക്കാം? ഏതൊക്കെ രീതിയിലാണ് ഇൻട്രസ്റ്റ് ഉള്ളത്? തിയറീസ് ഓഫ് ഇൻട്രസ്റ്റ്. ലോണബിൾ ഫണ്ട് തിയറി. ലോണബിൾ ഫണ്ട് തിയറിയിൽ ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈയും ഈക്വൽ ആണ്. അപ്പൊ തിയറീസ് ഓഫ് ഇൻട്രസ്റ്റ് 3 ഉണ്ട്. ലോണബിൾ ഫണ്ട് തിയറി ഉണ്ട്, ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി ഉണ്ട്, ടൈം പ്രിഫറൻസ് അപ്രോച്ച് ഉണ്ട്. അതിലെ ലോണബിൾ ഫണ്ട് തിയറിയുടെ പ്രത്യേകത എന്താ? ഡിമാൻഡും സപ്ലൈയും ഇവിടെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ലോണബിൾ ഫണ്ട് തിയറിയില് ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി, അപ്പൊ നമുക്ക് ഡിറ്റർമിനേഷൻ ഓഫ് റിട്ടേൺ ടു എ ഫാക്ടറിൽ ഏതൊക്കെയുള്ള? റെന്റ് ഉണ്ട്, വേജ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ പിന്നെ ഏതാ ഉള്ളത്? പ്രോഫിറ്റ് ഉണ്ട്. അതിൽ ഇൻട്രസ്റ്റിനെ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ലോണബിൾ ഫണ്ട് തിയറി, ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി. എന്താ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി? ഇനി ഫോർമുലേഷൻ ഡിമാൻഡ് ഫോർ ലിക്വിഡിറ്റി മണി would depend on transaction, precaution, speculation. ട്രാൻസാക്ഷൻ, പ്രിക്വേഷൻ, സ്പെക്കുലേഷൻ എന്നിവയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന തിയറിയാണ് ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി. എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ട്രാൻസാക്ഷനെയും നമുക്കറിയാം ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ കൈമാറ്റം, പ്രിക്വേഷൻ എന്ന് പറഞ്ഞാൽ മുൻകരുതൽ, സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഊഹക്കച്ചവടം. അപ്പൊ കൈമാറ്റത്തെയും മുൻകരുതലിനെയും ഊഹക്കച്ചവടത്തെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന തിയറിയാണ് ഏത്? ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി. ഇപ്പൊ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഫോർമുലേഷൻ ഡിമാൻഡ് ഫോർ ലിക്വിഡിറ്റി മണി വുഡ് ഡിപ്പെൻഡ് ഓൺ ട്രാൻസാക്ഷൻ, പ്രിക്വേഷൻ, സ്പെക്കുലേഷൻ. സ്പെക്കുലേഷനെയും ട്രാൻസാക്ഷനെയും പ്രിക്വേഷനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന തിയറിയാണ് ഏത്? ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി. അടുത്തത് ടൈം പ്രിഫറൻസ് അപ്രോച്ച്. ഇൻട്രസ്റ്റിൽ തിയറീസ് ഓഫ് ഇൻട്രസ്റ്റിൽ വരുന്നത് തന്നെയാണ് ടൈം പ്രിഫറൻസ് അപ്രോച്ച്. എന്താണ് ടൈം പ്രിഫറൻസ് അപ്രോച്ചിൽ പറയുന്നത്? His idea was that consumer tries compare present consumption and future consumption. അതായത് പ്രസന്റ് കൺസപ്ഷനെയും ഫ്യൂച്ചർ കൺസപ്ഷനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന അപ്രോച്ചാണ് ഏത്? ടൈം പ്രിഫറൻസ് അപ്രോച്ച്. ഇപ്പൊ ടൈം പ്രിഫറൻസ് അപ്രോച്ച് എന്തിനൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്? പ്രസന്റ് കൺസപ്ഷനെയും ഇപ്പോൾ നടക്കുന്ന ഉപഭോഗത്തെയും ഫ്യൂച്ചർ കൺസപ്ഷൻ ഭാവിയിലെ ഉപഭോഗത്തെയും കമ്പയർ ചെയ്യുന്നതാണ് ഏത് പ്രിഫറൻസ് അപ്രോച്ച്? ടൈം പ്രിഫറൻസ് അപ്രോച്ച്. അപ്പൊ ടൈം പ്രിഫറൻസ് അപ്രോച്ച് ഏതിനൊക്കെയാണ് കമ്പയർ ചെയ്യുന്നത്? പ്രസന്റ് കൺസപ്ഷനെയും ഫ്യൂച്ചർ കൺസപ്ഷനെയും കമ്പയർ ചെയ്യുന്നതാണ് ഏത്? ടൈം പ്രിഫറൻസ് അപ്രോച്ച്. ആൻഡ് ദെൻ അപ്പൊ ഇതൊക്കെ 3 ഏത് തിയറിയുടെ? തിയറീസ് ഓഫ് ഇൻട്രസ്റ്റ്. തിയറീസ് ഓഫ് ഇൻട്രസ്റ്റ് 3 ഉണ്ട്. ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി ഉണ്ട്, ലോണബിൾ ഫണ്ട് തിയറി ഉണ്ട്, ടൈം പ്രിഫറൻസ് അപ്രോച്ച് ഉണ്ട്. അടുത്തത് 4ാമത്തെ പോയിന്റ് ആണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എന്റർപ്രണറിയൽ ആണ്. ആ പ്രോഫിറ്റ് നമ്മൾ എങ്ങനെയാ പ്രോഫിറ്റ് ഏൺ ചെയ്യുക? ഒരു പബ്ലിക്കില് ഒരു എന്റർപ്രണർ മാക്സിമം അദ്ദേഹം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ ശ്രമിക്കും. ലോ കോസ്റ്റ് ആൻഡ് മാക്സിമം പ്രോഫിറ്റ് എന്നാ പറയുക. കുറഞ്ഞ ചെലവിൽ പരമാവധി ലാഭം. അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടി, പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി ഒരു എന്റർപ്രണറിയൻ എന്തൊക്കെ ചെയ്യാം? ഓർഗനൈസേഷൻ ഉണ്ടാക്കും, ഒരു സംഘടന ഉണ്ടാക്കും, റിസ്ക് ബിയറിങ്, റിസ്ക് ഏറ്റെടുക്കും. അതേപോലെ തന്നെ ഇതിൽ വരുന്നതാണ്, ഈ പ്രോഫിറ്റ് തിയറിയിൽ വരുന്നതാണ് അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആൻഡ് എക്കണോമിക് പ്രോഫിറ്റ്. അക്കൗണ്ടിങ് പ്രോഫിറ്റ് പറഞ്ഞാൽ എന്താ? ഓരോ വർഷവും ഒരു സ്ഥാപനത്തിന് വരുന്ന ലാഭവും നഷ്ടവും കണക്കുകൂട്ടി ലാഭം എത്രയാണ് എന്ന്, ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഏത്? അക്കൗണ്ടിങ് പ്രോഫിറ്റ്. എക്കണോമിക് പ്രോഫിറ്റ് പറഞ്ഞാൽ ഓരോ ടൈമിലും എത്രത്തോളം സാമ്പത്തികപരമായി പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതാണ് ഏത്? എക്കണോമിക് പ്രോഫിറ്റ്. അതേപോലെ പിന്നെ തിയറീസ് ഓഫ് പ്രോഫിറ്റ് ഉണ്ടായില്ലേ? അത് ഏതൊക്കെ വരിക? പ്രോഫിറ്റ് ഓഫ് റിവാർഡ് ഫോർ ഇന്നോവേഷനും, അൺസർട്ടനിറ്റി ആൻഡ് പ്രോഫിറ്റും, പ്രോഫിറ്റ് ആൻഡ് മാർക്കറ്റ് സ്ട്രക്ചറും. അപ്പോ
പ്രോഫിറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാ വരിക ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. അത് പോയിന്റ്സ് മാത്രമേ ഞങ്ങൾ തരുന്നുള്ളൂ. നമ്മൾ നന്നായിട്ട് ക്ലാസ് എടുത്ത ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്നും നോക്കുക. എക്സാമിന് ഇത് എസ് ആയിട്ടാട്ടോ ചോദിക്കുക. ഡിറ്റർമിനേഷൻ ഓഫ് റിട്ടേൺ ടു എ ഫാക്ടർ. അപ്പൊ എസ് ആയിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്ത് ഇത്ര എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 3/4 മാർക്ക് കിട്ടും. കാരണം റെന്റ്, വേജ്, ഇൻട്രസ്റ്റ്. ആ ഇൻട്രസ്റ്റ് തന്നെ 3 ഉണ്ട്. ഏതൊക്കെയാണ്? ലോണബിൾ ഫണ്ട് തിയറി, ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി, ടൈം പ്രിഫറൻസ് അപ്രോച്ച്. പിന്നെ പ്രോഫിറ്റ് 2 ഉണ്ട്. ഓർഗനൈസേഷൻ ആയിട്ടും റിസ്ക് ബിയറിംഗും ഉണ്ട്. പിന്നെയും അത് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെ? അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആൻഡ് എക്കണോമിക് പ്രോഫിറ്റ്, തിയറീസ് ഓഫ് പ്രോഫിറ്റ്, പ്രോഫിറ്റ് ആഫ് റിവാർഡ് ഫോർ ഇന്നോവേഷനും, അൺസർട്ടനിറ്റി ആൻഡ് പ്രോഫിറ്റ്, പ്രോഫിറ്റ് ആൻഡ് മാർക്കറ്റ് സ്ട്രക്ചർ. അപ്പൊ ഇത്രയും കാര്യങ്ങള്, ഇത്രയും ടോപ്പിക്കുകളാണ് ഈ 13th ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് പഠിക്കാൻ പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ടീച്ചർ പറഞ്ഞത്. പോയിന്റ്സുകളാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ ഒന്നുകൂടി നന്നായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങള് മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ നോക്കി പോകണം. ഓക്കെ, അപ്പോ എക്സാം ഓറിയന്റഡ് ക്ലാസ്സിലെ 14th ചാപ്റ്ററിലേക്ക് നമുക്ക് നോക്കാം. 14ാമത്തെ ചാപ്റ്റർ ലേബർ മാർക്കറ്റ്. ലേബർ മാർക്കറ്റ്, അതില് മീനിങ് ഓഫ് ലേബർ മാർക്കറ്റ്. അതിൽ ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക്കാണ് മീനിങ് ഓഫ് ലേബർ മാർക്കറ്റ്. എന്താണ് ലേബർ മാർക്കറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇവിടെ നമുക്കറിയാം മീനിങ് ഓഫ് ലേബർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ദ ഡിമാൻഡേഴ്സ് ആൻഡ് സപ്ലയേഴ്സ് ഇൻ ദ ലേബർ മാർക്കറ്റ്. ഒരു ലേബർ മാർക്കറ്റില്, ഒരു തൊഴിലാളിയുടെ മാർക്കറ്റ് അഥവാ ഒരു ലേബർ മാർക്കറ്റിൽ ആരൊക്കെയാണ് ഉണ്ടാവുക? ഡിമാൻഡും ഉണ്ടായിരിക്കാം, സപ്ലൈയും ഉണ്ടാവും. അതുകൊണ്ടാണ് ദ ഡിമാൻഡേഴ്സ് ആൻഡ് സപ്ലയേഴ്സ് ഇൻ ദ ലേബർ മാർക്കറ്റ് എന്ന് പറയാനുള്ള കാരണം. ഡിമാൻഡും ഉണ്ട്, അതേപോലെ തന്നെ സപ്ലയേഴ്സും ഉണ്ട്. ഡിമാൻഡേഴ്സും സപ്ലയേഴ്സും എവിടെ ഉണ്ടായിരിക്കും? ലേബർ മാർക്കറ്റിൽ ഉണ്ടായിരിക്കും. The labor market is studied by microeconomists as well as macroeconomists as both use tool of demand and supply. മൈക്രോ എക്കണോമിക്സിലും മാക്രോ എക്കണോമിക്സിലും ലേബർ മാർക്കറ്റിന് സ്റ്റഡി നടത്തുകയാണെങ്കിൽ അതിന്റെ പ്രധാന ടൂള് എന്ന് പറയുന്നത് ഏതാണ്? ഡിമാൻഡും സപ്ലൈയുമാണ്. മൈക്രോ മാർക്കറ്റ് പറഞ്ഞാൽ എന്താ? ചെറിയ മാർക്കറ്റ്. മാക്രോ മാർക്കറ്റ് പറഞ്ഞ മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു എക്കോണമിയാണ് മൈക്രോ മാർക്കറ്റ് എന്ന് പറയുക, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം. മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. മൊത്തത്തില് സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ പറയുന്നതാണ് മാക്രോ എക്കണോമിക്സ്. അപ്പൊ ഈ മൈക്രോ എക്കണോമിക്സിനെയും മാക്രോ എക്കണോമിക്സിനെയും സ്റ്റഡി നടത്തുകയാണെങ്കിൽ അവിടെ അതിന്റെ പ്രധാന ടൂളുകൾ ആയിരിക്കും? ലേബർ മാർക്കറ്റില് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും സ്റ്റഡി നടത്തുകയാണെങ്കിൽ അവിടെ പ്രധാന ടൂള് എന്ന് പറയുന്നത് ആരാണ്? ഡിമാൻഡും അതേപോലെ തന്നെ സപ്ലൈയുമായിരിക്കും. ഇനി നെക്സ്റ്റ് ടോപ്പിക്. അപ്പൊ നമുക്ക് എന്താണ് ലേബർ മാർക്കറ്റ് എന്ന് വ്യക്തമായി. ലേബർ മാർക്കറ്റിൽ ആരൊക്കെ ഉണ്ടായിരിക്കുക? ഡിമാൻഡേഴ്സും ഉണ്ടായിരിക്കും, സപ്ലയേഴ്സും ഉണ്ടായിരിക്കും. അതേപോലെ മൈക്രോ എക്കണോമിക്സിലും മാക്രോ എക്കണോമിക്സിലും ലേബർ മാർക്കറ്റിനെ കുറിച്ച് പഠനം നടത്തുകയാണെങ്കിൽ അതിലെ ഇമ്പോർട്ടന്റ് ടൂള് എന്ന് പറയുന്നത് ആരാണ്? ഡിമാൻഡും സപ്ലൈയുമാണ്. ഇനി ലേബർ മാർക്കറ്റ് ഡിഫറെന്റ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്. ലേബർ മാർക്കറ്റ് ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ലേബർ മാർക്കറ്റിന്റെ വ്യത്യസ്ത മാർക്കറ്റ് സ്ട്രക്ചറുകൾ ഏതൊക്കെയാണ്? ലേബർ മാർക്കറ്റ് ഡിഫറെന്റ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്. ലേബർ മാർക്കറ്റിന്റെ ഡിഫറെന്റ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് 2 എണ്ണമാണ്. പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റും ഉണ്ട്, ഇംപെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റും ഉണ്ട്. ടോപ്പിക്ക് ശ്രദ്ധിക്കുക. ലേബർ മാർക്കറ്റിലെ ഡിഫറെന്റ് മാർക്കറ്റ് സ്ട്രക്ചർ ഏതൊക്കെയാണ്? പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റും അതേപോലെ തന്നെ ഇംപെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റും. ഞാൻ ഈ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിനെ പറയുന്ന പേരാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, പൂർണ്ണ മത്സരം. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ വരുന്ന ടോപ്പിക്കാണ് ഡിമാൻഡ് ഫോർ ലേബർ, ലേബേഴ്സിന്റെ ഡിമാൻഡ്. അപ്പോ ലേബർ മാർക്കറ്റ് ഡിഫറെന്റ് മാർക്കറ്റ്, ലേബർ മാർക്കറ്റിന്റെ ഡിഫറെന്റ് മാർക്കറ്റ് സ്ട്രക്ചർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ പോയിന്റ്സ് വരും?
പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആൻഡ് ഇംപെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. അതിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ വരുന്നതാണ് ഡിമാൻഡ് ഫോർ ലേബർ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ വരുന്ന ടോപ്പിക്കാണ് ഡിമാൻഡ് ഫോർ ലേബർ. വാട്ട് ഈസ് മീൻ ബൈ ഡിമാൻഡ് ഫോർ ലേബർ? ഡിമാൻഡ് ഫോർ ലേബർ ഡിപ്പെൻഡ്സ് ഓൺ ബോത്ത് പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ആൻഡ് ദ പ്രൈസ് ദാറ്റ് മാർക്കറ്റ് സെറ്റ്സ് ഫോർ വർക്കേഴ്സ് ഔട്ട്പുട്ട്. ഡിമാൻഡ് ഫോർ ലേബറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? ബോത്ത് പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ, ദ പ്രൈസ് ദാറ്റ് മാർക്കറ്റ് സെറ്റ് ഫോർ വർക്കേഴ്സ് ഔട്ട്പുട്ട്. അതായത് ഡിമാൻഡ് ഫോർ ലേബർ ഡിപ്പെൻഡ് ചെയ്യുന്നു രണ്ട് ഘടകങ്ങളെ, പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബറും പ്രൈസ് ദാറ്റ് മാർക്കറ്റ് സെറ്റ് ഓഫ് വർക്കേഴ്സ് ഔട്ട്പുട്ടും. അപ്പൊ ഡിമാൻഡ് ഫോർ ലേബർ ഡിപ്പെൻഡ് ചെയ്യുന്നത് വർക്കേഴ്സ് ഔട്ട്പുട്ടും പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബറുമാണ്. ലേബറിന്റെ ഉൽപാദനക്ഷമതയുള്ള ഒരു ലേബറിനെയും അതേപോലെ വർക്കേഴ്സിന്റെ ഔട്ട്പുട്ടിനെയുമാണ് ഡിമാൻഡ് ഫോർ ലേബർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഡിമാൻഡ് ഫോർ ലേബർ ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രധാനമായും രണ്ട് ഘടകങ്ങളാണ്. എന്തൊക്കെയാണത്? പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബറും ഉണ്ട്, അതേപോലെ തന്നെ വർക്കേഴ്സ് ഓഫ് ഔട്ട്പുട്ടും ഉണ്ട്. ഓക്കെ, ആൻഡ് ദെൻ അപ്പൊ ഈ ഡിമാൻഡ് ഫോർ ലേബർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഒരു ചാർട്ട്, ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിളിൽ നിന്ന് നമുക്ക് ഡിമാൻഡ് ഫോർ ലേബർ കണ്ടെത്താൻ ഏതൊക്കെ രീതിയിലാണ് ഡിമാൻഡ് ഫോർ ലേബർ വ്യക്തമാക്കുക എന്നാണ് ഈ ടേബിളിൽ പറഞ്ഞു തരുന്നത്. ഈ ടേബിൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതില് ഇവിടെ മാർക്കറ്റ് പ്രൈസ് ഓഫ് കമ്പ്യൂട്ടറിന്റെ മാർക്കറ്റ് പ്രൈസ് 20,000 ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡിമാൻഡ് ഫോർ ലേബർ എന്ന ഈ ഒരു ടേബിൾ കണക്കാക്കുക. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് വർക്കേഴ്സ് എത്ര ആളുള്ളത്? 8 ആളുണ്ട്. 0 തൊട്ട് 8 ആളാണ് നമ്പർ ഓഫ് വർക്കേഴ്സ്. കമ്പ്യൂട്ടേഴ്സ് പ്രൊഡ്യൂസ്ഡ് പെർ ഇയർ, എത്ര കമ്പ്യൂട്ടർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓരോ വർഷവും എത്ര കമ്പ്യൂട്ടർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ്ഡ് പെർ ഇയർ. തേർഡ് കോളത്തിൽ മാർജിനൽ പ്രോഡക്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്, MR. ഫോർത്ത് കോളത്തിൽ വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റ്, VMP, വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റ്. അപ്പൊ ഇവിടെ കമ്പ്യൂട്ടറിന്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 20,000 അല്ലെ? അപ്പൊ നമ്പർ ഓഫ് വർക്ക് ആദ്യം 0, നമ്പർ ഓഫ് വർക്കർ 0 ആണ്. കമ്പ്യൂട്ടർ വർക്കേഴ്സ് ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്യോ? ഇല്ല. അപ്പൊ കമ്പ്യൂട്ടർ പ്രൊഡ്യൂസിങ്ങും 0 ആണ്, മാർജിനൽ പ്രോഡക്റ്റും 0 ആണ്, വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റും 0 ആണ്. എന്നാൽ ഇവിടെ വർക്കർ 1 വന്നു. അപ്പൊ എത്ര കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ് ചെയ്തേ? കമ്പ്യൂട്ടർ പ്രൊഡ്യൂസ്ഡ് പെർ ഇയർ ഒരു വർഷത്തിൽ എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്തു? 15 എണ്ണം. മാർജിനൽ പ്രോഡക്റ്റ് എത്ര? 15. എത്ര പ്രൈസിനാ കൊടുക്കുന്നത്? 15 × 20,000. അതുകൊണ്ട് എത്ര വന്നത്? 3 lakh. അതായത് 3 ലക്ഷം രൂപയാണ് മൊത്തം ഏതിൽ നിന്നും ലഭ്യമാകുന്നത്? കമ്പ്യൂട്ടറിൽ നിന്നും ലഭ്യമാകുന്നത്. ഒരു വർക്കേഴ്സ് അവിടെ 15 എണ്ണം പ്രൊഡ്യൂസ് ചെയ്തു. മാർജിനൽ പ്രോഡക്റ്റും 15 ആണ്. വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3 lakh ആണ്. വീണ്ടും 2 ആള് വന്നു. അപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്ന എണ്ണം തീർച്ചയായിട്ടും കൂടി. ഒരാളായപ്പോ 15 എണ്ണാണ്, പക്ഷെ 2 ആളായപ്പോ 28 എണ്ണം പ്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഇത് MR കാണുക എങ്ങനെയാണ്? ഇതിൽ നിന്നും ഇതിന്റെ വ്യത്യാസം കണ്ടുപിടിച്ചാൽ മതി. 28 നിന്നും 15 മൈനസ് ചെയ്യുമ്പോൾ 13 കിട്ടും. അതാണ് MR. ഈ 13നെയാണ് ഏത് കൊണ്ട് ഇൻറ്റു ചെയ്യുന്നത്? വാല്യൂ ഓഫ് മാർജിനൽ പ്രോഡക്റ്റ്, കമ്പ്യൂട്ടറിന്റെ വില കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പൊ 13 × 20,000. അപ്പൊ എത്രയാണ് പിന്നെ കിട്ടുക? 2,60,000. കുറഞ്ഞു വരികയാണ്. പിന്നെ മൂന്നാമത്തെ ലേബർ വന്നു. അപ്പൊ എത്ര എണ്ണം ഇവിടെ കൂടുണ്ടെങ്കിൽ പോലും ഒന്നാമത്തെ ഒരു ലേബർ ആയിരുന്നപ്പോൾ അത്ര ഇല്ല. അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മൂന്നാമത്തെ ഒരാൾ വന്നു, 39 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഡിഫറൻസ് എത്ര? 39ൽ നിന്നും 28 മൈനസ് ചെയ്യുക. അപ്പൊ എത്രയാണ്? 11 ഡിഫറൻസ് വന്നു. ആ 11നെ 20,000 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എത്രയും നമുക്ക് കിട്ടുന്നത്? 2,20,000. 2,20,000. നാലാമതൊരു വർക്കർ വന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്രയാണ്? 47 ആണ്. അപ്പൊ ഡിഫറൻസ് 8 ആണ്. 47 മൈനസ് 39, 47 മൈനസ് 39. അപ്പൊ നമുക്ക് എത്ര കിട്ടുന്നത്? 8 വെയിറ്റ് കിട്ടും.
ആ 8നെ നമ്മൾ 20,000 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 1,50,000, 1,60,000. അതിനുശേഷം വീണ്ടും വർക്കർ വന്നു, 5 വർക്കറായി. ഇവിടെ വർദ്ധിക്കുന്നുണ്ട്, പക്ഷെ ഇത് പോരാ. ഒരാളായപ്പോ 15 ഉണ്ടാക്കിയ രീതി നോക്കുമ്പോൾ ഇവിടെ കമ്മിയാണ്. 52 എണ്ണാണ് നിർമ്മിച്ചത്. അപ്പൊ ഇതിന്റെ വ്യത്യാസം 52 മൈനസ് 47 എത്രയാണ്? 5 ആണ്. 5 ഇൻറ്റു 20,000, 1,00,000, 1,00,000. പിന്നെ 6 ആള് വന്നു, 55 എണ്ണം പ്രൊഡ്യൂസ് ചെയ്തു. ഡിഫറൻസ് പറയുന്നത് 3. 55നെ 52 കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ 3 കിട്ടും. ആ 3 ഇൻറ്റു 20,000 ആകുമ്പോ എത്രയാണ്? 60,000. പിന്നെ അടുത്ത സ്റ്റെപ്പ് 7. ഏഴാമത്തെ വർക്കർ വന്നു. അപ്പൊ നമ്മള് 57ഉം 55 മൈനസ് ചെയ്തപ്പോ 2 കിട്ടി. ഈ 2നെ 20,000 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 40,000 കിട്ടും. അപ്പൊ 8ാമത് വർക്കർ വന്നു, 57 എണ്ണം. അപ്പൊ പിന്നെ ഒന്നുമില്ല, 0 ആയി. അപ്പോ ഇവിടെ എന്താ? 8ാമത്തെ ആള് വന്നപ്പോഴേക്കും എന്താണ്? പ്രൊഡ്യൂസ് ചെയ്യാൻ പിന്നെ ഒന്നുമില്ല. അപ്പൊ വർക്കേഴ്സിന്റെ എണ്ണം കൂടുമ്പോൾ ഉൽപാദനത്തിന് കുറവാണ് ഇവിടെ കാണിക്കുന്നത്. മനസ്സിലായോ? പ്രൊഡക്ടിവിറ്റി കുറയുന്നതാണ്. വർക്കേഴ്സിന്റെ എണ്ണം കൂടിച്ചിട്ട് കാര്യമല്ല. ഒരുപാട് വർക്കേഴ്സ് ഉണ്ടായ അവർക്ക് വേജ് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതാണ് ഡിമാൻഡ് ഫോർ ലേബർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഡിമാൻഡ് ഫോർ ലേബർ, ഇപ്പൊ ഇവിടെ ലേബർ മാർക്കറ്റ്, ഡിഫറെന്റ് മാർക്കറ്റ് സ്ട്രക്ചർ ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആൻഡ് ഇംപെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. അതിൽ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിന് എന്താ പറയാ? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയും. അതിൽ വരുന്ന സബ് പോയിന്റ് ആണ് ഡിമാൻഡ് ഫോർ ലേബർ. അതേപോലെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിമാൻഡ് ഫോർ ലേബർ. ഡിമാൻഡ് ഫോർ ലേബറിനെ എഫക്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ആൻ ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് കമ്പനി ഔട്ട്പുട്ട്. കമ്പനിയുടെ ഔട്ട്പുട്ട് പ്രൈസ് ഇൻക്രീസ്, അതായത് കമ്പനിയുടെ ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് കമ്പനി ഔട്ട്പുട്ട്. കമ്പനിയുടെ ഔട്ട്പുട്ടില് പ്രൈസിന്റെ വർധനവും ആൻ ഇൻക്രീസ് ഇൻ ദ ലേബർ പ്രൊഡക്ടിവിറ്റി ഓഫ് കമ്പനി വർക്കർ. കമ്പനിയുടെ വർക്കേഴ്സിന്റെ ലേബർ പ്രൊഡക്ടിവിറ്റിയുടെ വർധനവും. അപ്പൊ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിമാൻഡ് ഫോർ ലേബർ. ഡിമാൻഡ് ഫോർ ലേബറിനെ എഫക്ട് ചെയ്യുന്നത് 2 ഘടകങ്ങളാണ്. ഏതൊക്കെയാണ്? ആൻ ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് കമ്പനി ഔട്ട്പുട്ടും ആൻ ഇൻക്രീസ് ഇൻ ദ ലേബർ പ്രൊഡക്ടിവിറ്റി ഓഫ് കമ്പനി വർക്കേഴ്സും. ആൻ ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് കമ്പനീസ് ഔട്ട്പുട്ടും അതേപോലെ ആൻ ഇൻക്രീസ് ഇൻ ദ ലേബർ പ്രൊഡക്ടിവിറ്റി ഓഫ് കമ്പനി വർക്കേഴ്സും. പിന്നെ നമ്മൾക്ക് നോക്കാനുള്ളത് സപ്ലൈ ഓഫ് ലേബർ. സപ്ലൈ ഓഫ് ലേബറിൽ വരുന്നതാണ് കൺസെപ്ഷൻ ആൻഡ് ലേഷ്യർ. സപ്ലൈ ഈ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ വരുന്നതാണ് ഡിമാൻഡ് ഫോർ ലേബറും ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും. ഇനി സപ്ലൈ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? സപ്ലൈ ഓഫ് ലേബറിൽ കൺസെപ്ഷനും വരും, ലേഷ്യറും വരും. എന്താ ലേഷ്യർ എന്ന് പറഞ്ഞാൽ? ഒഴിവ് സമയം. ഉപഭോഗവും വരും, ഒഴിവ് സമയം വരും. ഇപ്പൊ ലേഷ്യർ ഇംപ്ലൈസ് അവൈലബിൾ ടു എ പേഴ്സൺ വെൻ നോട്ട് വർക്കിംഗ്. ലേഷ്യർ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അവൈലബിൾ ടു എ പേഴ്സൺ വെൻ നോട്ട് വർക്കിംഗ്. ഒരു വ്യക്തി തൊഴിൽ ചെയ്യാതിരിക്കുന്നതാണ് ഏത്? ഒഴിവു സമയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലേഷ്യർ ഇംപ്ലൈസ് അവൈലബിൾ ടു എ പേഴ്സൺ വെൻ നോട്ട് വർക്കിംഗ്. ലേഷ്യർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു പേഴ്സൺ എന്ത് ചെയ്യാതിരിക്കുന്നു? തൊഴിൽ ചെയ്യാതിരിക്കുക എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലേഷ്യർ. By giving up leisure, a person receives additional income and this enable her to increase consumption. അപ്പോ ഈ വ്യക്തികൾ ഒരു ജോലിയും ചെയ്യാതിരിക്കുമ്പോൾ ഗിവിംഗ് അപ്പ് ലേഷ്യർ എ പേഴ്സൺ റിസീവ് അഡീഷണൽ. ഒരു വ്യക്തി ജോലി ചെയ്യുന്നില്ലെങ്കിലും അയാൾക്ക് അഡീഷണൽ ആയിട്ട് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് വർദ്ധിക്കാം എന്നാ പറയുന്നത്? ഇൻക്രീസ് ഇൻ കൺസപ്ഷൻ. ഇപ്പൊ നമ്മൾ റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾ, ജോലിയിൽ നിന്നും വിരമിച്ച ആളുകൾ അഥവാ റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾക്ക് ജോലിയൊന്നും ചെയ്യേണ്ട, അവർക്ക് മാസം മന്ത്ലി സാലറി കിട്ടും, അവർക്ക് പെൻഷൻ കിട്ടും. അങ്ങനെ പെൻഷൻ കിട്ടുമ്പോൾ അവർക്ക് അവര് ജോലി ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് ആ പെൻഷൻ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ എന്ത് വർദ്ധിക്കാം എന്നാ പറയുന്നത്? കൺസപ്ഷൻ വർദ്ധിക്കാം. അപ്പൊ ലേഷ്യർ എന്ന് പറയുമ്പോൾ ലേഷ്യർ ആയിരിക്കും. ലേഷ്യർ എന്ന് പറഞ്ഞാൽ ഒഴിവ് സമയം, ജോലി ചെയ്യാതിരിക്കുമ്പോൾ പണം കിട്ടുകയാണെങ്കിൽ എന്ത് വർദ്ധിക്കാം? കൺസപ്ഷൻ വർദ്ധിക്കാം. ശരിയാണ്. നമ്മളിപ്പോ ഒരു ജോലി ഒന്നും ചെയ്യണമെന്നില്ല വിചാരിക്കുക, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്.
ആ സമയത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് നന്നായിട്ട് ഇൻകം കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും എന്ത് ചെയ്യും, കൺസപ്ഷൻ ചെയ്യും, ഉപഭോഗം ചെയ്യും. ഒന്നല്ലെങ്കിൽ നല്ല വെറൈറ്റി ഫുഡുകൾ വാങ്ങിക്കാം, അതല്ലെങ്കിൽ എവിടേക്കെങ്കിലും യാത്ര പോകാം, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകാം. അങ്ങനെ നമ്മളതായിട്ടുള്ള ഇഷ്ടപ്പെട്ട ഹോബികളോ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മൾ പണം ചെലവഴിക്കും. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സപ്ലൈ ഓഫ് ലേബറിലെ കൺസപ്ഷൻ ആൻഡ് ലേഷ്യർ എന്ന് പറയാനുള്ള കാരണം. നമ്മളിൽ ഉണ്ടാകുന്ന ആ വിശ്രമ സമയം നമ്മൾക്ക് എന്ത് വർദ്ധിക്കാൻ കാരണമാകുന്ന പറയുന്നത് ഉപഭോഗം വർദ്ധിക്കാൻ കാരണമാകും. അതുകൊണ്ടാണ് ഈ കർവ് അവേഴ്സ് ഓഫ് വർക്ക്, അവേഴ്സ് ഓഫ് ലേഷ്യർ, ബാക്ക്വേർഡ് ബെൻഡിങ് സപ്ലൈ ഓഫ് ലേബർ ആവാനുള്ള കാരണം നമ്മളൊരു ജോലിയും ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് അഡീഷണൽ ആയിട്ട് ഇൻകം കിട്ടുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് വർദ്ധിക്കുന്ന അവിടെ പറയുന്നത് ഉപഭോഗം വർദ്ധിക്കും. അതാണ് സപ്ലൈ ഓഫ് ലേബറിൽ വരുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഭാഗം കേട്ടോ. പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ വരുന്നതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അതിൽ വരുന്ന സബ് പോയിന്റ് ആണ് ഡിമാൻഡ് ഫോർ ലേബർ. അതിൽ വരുന്ന പോയിന്റ് ആണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിമാൻഡ് ഫോർ ലേബർ, സപ്ലൈ ഓഫ് ലേബർ. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സപ്ലൈ ഓഫ് ലേബർ ഉണ്ട്. സപ്ലൈ ഓഫ് ലേബറിനെ എഫക്ട് ചെയ്യുന്നത് എന്തൊക്കെയെന്ന് അത് നിങ്ങൾ നന്നായിട്ട് നോക്കണം. പിന്നെ ഇതിൽ വരുന്ന ടോപ്പിക്കാണ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഏതൊക്കെ വരാം? ഡിമാൻഡ് ഫോർ ലേബറും വരാം, സപ്ലൈ ഓഫ് ലേബറും വരാം. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലും ഉണ്ട് ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിമാൻഡ് ഫോർ ലേബറും, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സപ്ലൈ ഓഫ് ലേബറും. അതേപോലെ തന്നെ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഏതൊക്കെ പോയിന്റുകളാ? ഡിമാൻഡ് ഫോർ ലേബറും വരാം, സപ്ലൈ ഓഫ് ലേബറും വരാം. ഇനി അടുത്തതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വൈ വേജ് ഡിഫർ. എന്തുകൊണ്ടാണ് വേജ് ഡിഫറന്റ് ആവാനുള്ള കാരണം? എല്ലാവർക്കും സെയിം വേജ് ആണോ കിട്ടുക? അല്ല, ഒരാൾക്കും സെയിം ആയിട്ടുള്ള വേജ് ആവില്ല, കൂലിയാവില്ല ലഭിക്കുക. ഓരോരുത്തരുടെയും വേജിലും സാലറിയിലും എന്തുണ്ടായിരിക്കാം? ഡിഫറൻറ്റ് ഉണ്ടായിരിക്കാം. അതിന്റെ കാരണം എന്താണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതിന് പ്രധാനമായും 3 കാരണങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഫസ്റ്റ് വൺ, കോമ്പൻസേറ്റിംഗ് വേജ് ഡിഫറൻറ്റേഴ്സ്. അതായത് കോമ്പൻസേറ്റ് ചെയ്യുന്നതിലുള്ള വേജിന്റെ വ്യത്യാസം. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. ഒരു മനുഷ്യ മൂലധനത്തിന്റെ ഇൻവെസ്റ്റ്മെന്റിലുള്ള വ്യത്യാസം. ഡിഫറൻസ് ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ, അതായത് വിദ്യാഭ്യാസത്തിലൊക്കെ ഉള്ള മാറ്റം. ഇപ്പൊ ഒരു കമ്പനി ആണെങ്കിൽ അവിടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്കായിരിക്കും ഉയർന്ന ലെവലിൽ ജോലി കൊടുക്കുക. ക്വാളിഫിക്കേഷൻ കമ്മി ആയിട്ടുള്ള ആളുകൾക്ക് താഴ്ന്ന രീതിയിലുള്ള ജോലികളായിരിക്കും ലഭിക്കുക. അതുകൊണ്ടാണ് എന്ത് പറയാനുള്ള കാരണം? ഡിഫറൻസ് ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. അതേപോലെ മൂന്നാമതായിട്ട് പറയുന്നത് എന്താ? ഡിഫറൻസ് ഇൻ എബിലിറ്റി, കഴിവിലുള്ള വ്യത്യാസം. ചിലർ ക്വാളിഫൈഡ് ആണെങ്കിലും ചിലപ്പോ എന്താ പറയാ ഒരു അൺഎബിലിറ്റി ആയിരിക്കും. വലിയ കഴിവ് കിട്ടിയ കാര്യങ്ങളെ നന്നായി ഉപയോഗിക്കാൻ ശ്രമിക്കാത്തവരായിരിക്കും. കിട്ടുന്ന സാഹചര്യങ്ങളെ നമ്മൾ മാക്സിമം നന്നായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കണം. അങ്ങനെ എബിലിറ്റി ഒന്നും ഇല്ലാതെ ഒരു കഴിവ് കെട്ട രീതിയിലോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ എങ്ങനെയെങ്കിലുമൊക്കെ മതിയെന്ന് തട്ടിക്കൂട്ടിയ രീതിയിലൊക്കെ ഉള്ള ആളുകളുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്കും എനിക്ക് ചെറിയ ജോലികൾക്ക്, കാരണം ഒരു വലിയ കമ്പനി ആണെങ്കിൽ അവിടെ നന്നായി എഫിഷ്യന്റ് ആയിട്ട് എബിലിറ്റിയോട് കൂടി ചെയ്യുന്ന ആളായിരിക്കണം. അതല്ല, കാര്യക്ഷമത ഇല്ലാതെ പ്രവർത്തിക്കുന്ന ആളായിരിക്കുമ്പോഴും അദ്ദേഹത്തിനും എന്ത് വ്യത്യാസം വരാം? വേജ് കുറവ് സംഭവിക്കാം. ചിലവർ ചിലപ്പോൾ നോളജ് അറിവല്ല അതിന്റെ പ്രധാനം. ഏത് ജോലി ചെയ്യുമ്പോഴും അതിൽ നമ്മളുടെ സത്യസന്ധതയും ഉത്തരവാദിത്വമാണ്. എന്ത് ജോലി ചെയ്യുമ്പോഴും അതിനൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതേപോലെ തന്നെ അതിനൊരു ഓണസ്റ്റി ഉണ്ട്, സത്യസന്ധതയും ഉണ്ടായിരിക്കണം. അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് എന്ത് വർദ്ധിക്കുക? വേജ് വർദ്ധിക്കുക. അപ്പൊ വേജ് ഓരോരുത്തരുടെയും വേജ് ഡിഫറന്റ് ആവാനുള്ള കാരണം എന്താണ്? കോമ്പൻസേറ്റിംഗ് വേജ് ഡിഫറൻറ്റേഴ്സ്, ഡിഫറൻസ് ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, ഡിഫറൻസ് ഇൻ എബിലിറ്റി. അപ്പൊ ഇത്രയും ടോപ്പിക്കുകളാണ് യൂണിറ്റ് 14 നിന്നും എക്സാം ഓറിയന്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് പറയാനുള്ളത്. അപ്പൊ ഇത്രയും ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിക്കുക. ഇതൊരു എസ്എ ക്വസ്റ്റ്യൻ ആണ്. ലേബർ മാർക്കറ്റ്, ഡിഫറൻറ്റ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്. അതിൽ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റും ഉണ്ട്, ഇംപെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റും ഉണ്ട്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പിന്നെ അതിൽ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിനെ പറയുന്ന പേര് ഏതാ?
പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അതിൽ വരുന്ന സബ് പോയിന്റുകളാണ് ഡിമാൻഡ് ഫോർ ലേബർ. ഞാൻ അതേപോലെ തന്നെ അതിനെ എഫക്ട് ചെയ്യുന്ന ഡിമാൻഡ് ഫോർ ലേബറിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ സപ്ലൈ ഓഫ് ലേബർ ഉണ്ട്. സപ്ലൈ ഓഫ് ലേബർ എന്ന് പറയുമ്പോൾ കൺസപ്ഷനും ലേഷറും ആണ് വരിക. സപ്ലൈ ഓഫ് ലേബറിനെ എഫക്ട് ചെയ്യുന്ന ഘടകങ്ങളുണ്ട്. അതേപോലെ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിരിക്കുമ്പോൾ ഈ സെയിം ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതൊക്കെ? ഡിമാൻഡ് ഫോർ ലേബറും ഉണ്ട്, സപ്ലൈ ഓഫ് ലേബറും ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് വേജ് ഡിഫറന്റ് ആവുന്നത് എന്ന് പറയുന്നത് 3 കാരണങ്ങൾ കൊണ്ടാണ് വേജ് ഡിഫറന്റ് ആവാനുള്ള കാരണം. കോമ്പൻസേറ്റിംഗ് വേജ് ഡിഫറൻസ്, ഡിഫറൻസ് ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഡിഫറൻസ് ഇൻ എബിലിറ്റി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായി നോട്ട് ചെയ്ത് മനസ്സിലാക്കുക. നന്നായിട്ട് ഈ ടോപ്പിക്കുകളൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി സ്റ്റഡി നടത്തുക. ഓക്കെ.